विषेमदेवहितं यदायुः स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति नः पूषा विश्ववेदाः स्वस्ति नस्ताक्ष्यो अरिष्ठनेमिः स्वस्ति नो बृहस्पतिर्दधातु ॐ शान्ति शान्ति शान्तिः। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुसाक्षात् परब्रह्म तस्मै श्री गुरवे नमः. എല്ലാവർക്കും നമസ്കാരം. ഈശ്വരാനുഗ്രഹത്താൽ നമ്മുടെ സത്സംഗ പരമ്പരയിലെ 9ാമത്തെ സത്സംഗമാണിത്. ആദ്യം 5 നമ്മൾ വളരെ വിവിധമായ സബ്ജക്റ്റുകളൊക്കെ പറഞ്ഞു. കഴിഞ്ഞ 3 എല്ലാവരെയും കുറച്ച് ബോറടിപ്പിച്ചു എന്നറിയാം. എങ്കിലും അത് വെറും വിജ്ഞാന സംബന്ധമായ സത്സംഗമായിരുന്നു. അല്ലാതെ ഈശ്വരകാര്യം അതിനകത്ത് വളരെ കുറവാണ്. വിജ്ഞാനപ്രദമായ കാര്യമായിരുന്നു നമ്മൾ പറഞ്ഞത്. ഇന്നു മുതൽ നമ്മൾ വീണ്ടും നമ്മുടെ പഴയ ഈശ്വരകാര്യങ്ങളിലോട്ട് വരികയാണ്. ഇനി തുടർച്ചയായിട്ട് കുറേ പറയാൻ പോകുന്നത് ശ്രീകൃഷ്ണ ബാലലീലകളാണ്. ഭഗവാന്റെ അവതാരം മുതൽ ഭഗവാൻ കുട്ടിക്കാലത്ത് തന്നെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പൂതനാമോക്ഷം, ശകടാസുരവധം, അങ്ങനെ കുറേ അസുരന്മാരെല്ലാം വധിച്ചിട്ടുണ്ട്. പിന്നെ കംസവധം, അങ്ങനെ അങ്ങോട്ട് കുറേ കാര്യങ്ങളുണ്ട്. അത് ഓരോ ദിവസവും ഓരോന്നായിട്ട് നമുക്ക് എടുത്തിടാം. കഥകൾ വളരെ വിശദമായിട്ട് ഞാൻ പറയുന്നില്ല, എങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള ഒരു തത്വമുണ്ട്. ആ തത്വത്തിലാണ് നമ്മൾ ഇനിയിപ്പോൾ നമ്മളെല്ലാം പ്രായമായവരാണ്. ചെറിയ കുട്ടികളായിട്ടുള്ള നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കുറേ കഥകളും തമാശകളും ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്നാലേ അവരുടെ മനസ്സതിൽ വെച്ചു. നമ്മളെല്ലാം പ്രായമായവരാണ്. നമുക്ക് മോക്ഷഗതിയാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോഴേ അറിയുന്നതിനേക്കാൾ കൂടുതൽ ഭഗവാനെ അനുഭവിക്കാനുള്ള ഒരു ഇതിലാണ് നമ്മളെല്ലാം ഇരിക്കുന്നത്. അതുകൊണ്ട് കഥകളുടെ നീളമല്ല നമുക്ക് ആവശ്യം, അതിൽ നിന്ന് എന്ത് തത്വമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് ശ്രീകൃഷ്ണൻ്റെ ബാലലീലയിൽ അവതാരം വരെ പറയാം. ഭഗവാൻ അവതരിക്കുന്നവരെ ചില കാര്യങ്ങളേ ഉള്ളൂ, അത് പറയാം. അതിനുശേഷം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തീരുമാനിച്ചിരുന്നു ഓരോ പ്രാവശ്യവും ഒരു ക്ഷേത്രത്തിനെക്കുറിച്ചുള്ള ചരിത്രം പറയാം. ഈ പ്രാവശ്യം മൂക്കുതല ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. അതും ഏതാണ്ട് ഒരു അരമണിക്കൂറോളം എടുക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. അപ്പം ശ്രീകൃഷ്ണ ബാലലീലകൾ, ശ്രീകൃഷ്ണനെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. അപ്പോൾ മഹാവിഷ്ണുവിനെ ഒന്നറിയാതെ നമ്മൾ അവതാരത്തിലോട്ട് പോകണ്ട. ആദ്യമായിട്ട് മഹാവിഷ്ണുവിനെ നമുക്കൊന്നറിയാം. മഹാവിഷ്ണുവിനെ നമ്മൾ കാണുമ്പം ഭഗവാൻ ജഗത് നിയന്താവും പരബ്രഹ്മസ്വരൂപിയാണ്. ഭഗവാൻ പ്രത്യേകിച്ച് അങ്ങനെ രൂപമില്ല. എന്നാൽ ഭക്തന്മാർ അവരുടെ ആവശ്യത്തിനായിട്ട് ഒരു സാങ്കല്പികമായിട്ടൊരു രൂപം ഉണ്ടാക്കിയിട്ടുണ്ട്. ഭക്തന്മാരെന്ന് പറഞ്ഞാൽ പഴയ മുനികളും മുനിമാരും ഋഷിമാരും ഒക്കെ അവരുടെ മനസ്സിൽ അവരെ ധ്യാനിക്കുന്ന ഒരു രൂപം സാങ്കല്പികമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ചതുർബാഹു രൂപമാണ് നമ്മുടെ ഈ കാണുന്ന രൂപമാണ്. എന്നാൽ തന്നെ ഈ ഭഗവാനെ എത്ര വർണ്ണിച്ചാലും തീരത്തില്ല. നമ്മൾ വ്യാഴാഴ്ചയിൽ നമ്മൾ വിഷ്ണു സഹസ്രനാമം ചോദിക്കുമ്പോൾ ഓരോ നാമത്തിനും ഭഗവാന്റെ ഓരോ അംഗങ്ങളും വർണ്ണിക്കാറുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 7ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രാഹ്യ ശാശ്വത കൃഷ്ണോ ലോഹിതാക്ഷ പ്രദർദന എന്ന് പറയും. അത് ഈ ലോഹിതാക്ഷൻ എന്ന് പറയുന്നത് സഹസ്രനാമത്തിലെ 58ാമത്തെ നാമമാണ്. അതിൽ ഭഗവാന്റെ കണ്ണിനെക്കുറിച്ചാണ് പറയുന്നത്. ലോഹിതാക്ഷൻ, താമരക്കണ്ണൻ, അങ്ങനെയൊക്കെ അത് പറയാം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുവന്ന നിറം, ചെറിയ ഇളം ചുവപ്പ് നിറമുള്ള കണ്ണുള്ളവൻ എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. അതിനകത്ത് സഹസ്രനാമത്തിൽ വർണ്ണിക്കുന്നതാണത്. ഇപ്പം നമ്മൾ ഇതിനകത്ത് അതൊന്നും പോകത്തില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ കണ്ണിന് ചുവപ്പ് വരുന്നത് ഏറ്റവും കൂടുതൽ വാത്സല്യം, സ്നേഹം, സന്തോഷമൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഒന്ന്. രണ്ടാമത് ദേഷ്യം വരുമ്പോഴാണ്. സങ്കടവും ദേഷ്യവും വരുമ്പോഴും ഉണ്ടാകും. അപ്പോൾ ഇവിടെ ലോഹിതാക്ഷൻ എന്ന് പറയുന്നത് ഭഗവാൻ സച്ചിദാനന്ദ സ്വരൂപനാണ്. എപ്പോഴും ആനന്ദം നിറഞ്ഞതാണ്. സകല ഭക്തർക്കും സകല ചരാചരങ്ങളിലും ആനന്ദം നിറയ്ക്കുന്ന ആനന്ദമൂർത്തിയാണ്. സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണിന് എപ്പോഴും ഒരു ചെറിയ ചുവപ്പ് നിറം കാണും.
അത് ഭക്തന്മാർ അത് ഭഗവാന്റെ അനുഗ്രഹമായിട്ടും നമ്മളോടുള്ള സ്നേഹമായിട്ടും വാത്സല്യമായിട്ടും ഒക്കെ നമ്മൾ സങ്കല്പിക്കും. എന്നാൽ ദുഷ്ടന്മാരോ അവർക്ക് പേടിയാണ്. കാരണം അവർ ഭഗവാനെ ഭയന്നിരിക്കണം, ഭഗവാന്റെ ദേഷ്യമാണെന്ന് അവർ കാണുന്നത്. നമ്മൾ ഭഗവാന്റെ സ്നേഹമായിട്ട് കാണും, അവർ ഭഗവാന്റെ കോപമായിട്ട് കാണും. അപ്പോൾ എന്തായാലും ഭഗവാന്റെ കണ്ണിന് എപ്പോഴും ഒരു ചെറിയ ചുവപ്പ് നിറമുണ്ട്. അതാണ് ലോഹിതാക്ഷൻ എന്ന് പറയുന്നത്. ഇന്ന് അതേപോലെ ഈ ഭഗവാന്റെ രൂപത്തിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ പ്രത്യക്ഷമായിട്ട് എടുത്തു കാണുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യം അനേക അമൂല്യ രത്നങ്ങൾ പതിപ്പിച്ച ഭഗവാന്റെ കിരീടമാണ്. ഈ കിരീടത്തിനെ കിരീടധാരിയായി കാണുന്ന അവതാരങ്ങളിലെല്ലാം ഭഗവാന്റെ ഇതിനു മുമ്പുള്ള കൃഷ്ണാവതാരത്തിലും ശ്രീരാമാവതാരത്തിലും കിരീടം ധരിച്ചിട്ടുള്ള കുറേ അവതാരങ്ങളുണ്ട്. ആ അവതാരത്തിലെല്ലാം സെയിം കിരീടമായിരിക്കും. ഇത്രയും രത്നങ്ങളും ഇതേ രീതിയിലുള്ള കിരീടമായിരിക്കും ഈ മുനിമാരൊക്കെ അന്ന് ഭാവന ചെയ്തിട്ടുള്ളത്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യരക്ഷകനായ ചക്രവർത്തിമാരും രാജാക്കന്മാരും മഹാരാജാക്കന്മാരും ഒക്കെയാണ് കിരീടം ധരിക്കുന്നത്, അല്ലേ? അതുപോലെ അവരുടെ ഒരു ചിഹ്നമാണ് ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുന്നു, ഞങ്ങൾ നിങ്ങളുടെ സംരക്ഷകനാണ് എന്നൊരു ചിഹ്നമാണ് ഈ ചക്രവർത്തിമാരൊക്കെ കിരീടം ധരിക്കുന്നത്. അതുപോലെ സകല ലോകത്തിലെയും സകല ചരാചരങ്ങളെയും സംരക്ഷിക്കുന്നവനാണ് ഞാൻ എന്ന് കാണിക്കാനാണ് ഭഗവാന്റെ ഈ കിരീടം ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതാണ് നമ്മുടെ എല്ലാം സംരക്ഷകനാണ്, ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ ചക്രവർത്തിയാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഇതേ കിരീടം എല്ലാ അവതാരങ്ങളിലും ഇതേ കിരീടം തന്നെ അവർ കാണിച്ചിരിക്കുന്നത്. അടുത്തത് രണ്ടാമതായിട്ട് ഭഗവാന്റെ വലത്തെ കയ്യിൽ മുകളിൽ സുദർശന ചക്രം കാണാം. ഈ സുദർശന ചക്രം എല്ലാവർക്കും അറിയാൻ ഞാൻ പറയുന്നില്ല, കാരണം ദുഷ്ട നിഗ്രഹവും ഒക്കെയാണ് അതിശക്തമായ ഒരു ആയുധം തന്നെയാണ്. ഇനി അതിന് നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. സുദർശനം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ ദർശനം എന്നാണ്. ഏത് സംഗതിയും വളരെ ശ്രേഷ്ഠമായി കാണുന്നതിനാണ് സുദർശനം. ഇനി ഈ സുദർശനത്തിൻ്റെ വിപരീതമോ കുദർശനം. അതായത് എല്ലാത്തിനെയും ഒരു ചെറിയ ദർശനം, മറ്റുള്ളവരെ നിസ്സാരരായി കാണുക, മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും മാത്രം നോക്കുക. എന്നാൽ സുദർശനമാകുമ്പം നല്ല രീതിയിലുള്ള ദർശനം, എല്ലാം നല്ല ഈശ്വരാംശമാണ്, എല്ലാവരും അവരുടെ കഴിവുകളും അവരുടെ നന്മയും മാത്രമേ നമ്മൾ കാണൂ. അപ്പോൾ നമ്മളിൽ അങ്ങനെ ഒരു ചിന്തയും ഇതും ഉണ്ടാകണം എന്നാണ് ഇത് കാണിക്കുന്നതിൻ്റെ ഒരിത്. രണ്ടാമത്, ഇത് എവിടെയാണ്? ഭഗവാന്റെ ചൂണ്ടുവിരലിലാണ് നിൽക്കുന്നത്. ചൂണ്ടുവിരൽ എന്ന് പറയുമ്പോൾ ഇത് മനസ്സിൻ്റെ പ്രതീകമാണ്. ചൂണ്ടുവിരൽ എപ്പോഴും മനസ്സിനെ കാണിക്കുന്നതാണ്. അപ്പോൾ ഈ ബുദ്ധി കൊണ്ട് കാണുന്നതാണ് സുദർശനം. നമ്മുടെ മനസ്സിൽ ഉള്ള ബുദ്ധി, ആ ബുദ്ധി കൊണ്ട് എല്ലാത്തിനെയും കാണുന്നതാണ് സുദർശനം. അപ്പോൾ ലോകം ചെറുതും നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരൻ വലുതുമായി തോന്നും. എന്നാൽ ആ ബുദ്ധിയില്ലാതെ കുദർശനമായിട്ടാണ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ വലുതും ലോകം ചെറുതുമായിട്ട് തോന്നും. അത് പാടില്ല എന്ന് കാണിക്കാനാണ് ഈ സുദർശന ചക്രം അതിൻ്റെ തത്വം അതാണ്. ഇനി തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ സുദർശന ചക്രം ഭഗവാൻ എവിടുന്ന് കിട്ടി, എങ്ങനെ വന്നു എന്നൊക്കെ അറിയാൻ ഒരു ആഗ്രഹം കാണും. വളരെ വേഗം ഞാൻ അതൊന്ന് പറഞ്ഞു പോവാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഹാവിഷ്ണുവിന് സുദർശന ചക്രം കിട്ടിയത് പരമശിവനിൽ നിന്നാണ്. അപ്പോൾ ഒരിക്കൽ പരമശിവനെ ആരാധിക്കാനായിട്ട് മഹാവിഷ്ണു കൈലാസത്തിൽ ചെന്നു. ഭഗവാൻ അവിടെ ഇല്ല, ശിവനവിടെ കിട്ടിയിട്ടില്ല. പക്ഷേ അവിടെ പൂജ തുടങ്ങി. ഒരു ശിവലിംഗം വെച്ചിട്ട് നമ്മുടെ ഈ കാണുന്നതിൻ്റെ കൂട്ട് അദ്ദേഹം പൂജിക്കും. 1000 താമര കൊണ്ടുവന്നിട്ട് എന്നും അർച്ചന ചെയ്യും. അങ്ങനായിട്ട് ഒരു ഇല്ല, ശിവൻ പ്രത്യക്ഷപ്പെടുന്നേ ഇല്ല. അങ്ങനെ ഡെയിലി അങ്ങോട്ട് ചെയ്ത് ഇപ്പം ശിവനാണെങ്കിൽ പ്രത്യക്ഷപ്പെടാതെ ഇരിക്കാനും വയ്യ, ഈ കാണാതെ വിഷ്ണു പോകത്തുമില്ല, അങ്ങനെ ഒരു അനുഗ്രഹം വാങ്ങിക്കാതെ പോകത്തുമില്ല എന്നുള്ള വാശിയായി. അപ്പോഴെന്നാൽ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് ശിവൻ എന്ത് ചെയ്തു? ഒരു ദിവസം അതിൽ ഒരു പുഷ്പം മാറ്റി. അപ്പോൾ അങ്ങനെ 1, 2, 3, 999 കഴിഞ്ഞ് 1000 പുഷ്പമില്ല. 1000 എങ്ങനെ അർച്ചന ചെയ്യും? മഹാവിഷ്ണുവിന് ശങ്കയൊന്നും ഉണ്ടായില്ല. ഉടനെ തൻ്റെ കണ്ണ് ചേർന്നെടുത്തിട്ട് അർപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ശിവൻ പ്രത്യക്ഷപ്പെട്ടവരെ വേണ്ട, ഞാൻ പ്രീതനായിരിക്കുന്നു, നിന്നെ ഞാൻ പരീക്ഷിച്ചതാണ്, കുഴപ്പമില്ല. അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളെല്ലാം കൊടുത്തിട്ട് സർവ്വ ദുഷ്ട നിഗ്രഹത്തിനായിട്ടുള്ള അതിശക്തമത്തായ ഈ സുദർശന ചക്രം കൊടുത്തു. ഈ സുദർശന ചക്രത്തിന് 108 കൂർത്ത പല്ലുകൾ ഉണ്ടായിരുന്നതായിട്ടാണ് പറയുന്നത്. ശിവൻ അങ്ങനെ കൊടുത്തതാണ്. അപ്പോൾ ഇത് വഹിക്കാനുള്ള ശക്തി മഹാവിഷ്ണുവിനില്ല. അപ്പോൾ ശിവൻ എന്ത് ചെയ്തു? അതിനെ 3ആയിട്ട് ഭാഗിച്ചു, 3 ചക്രമാക്കി. ഒന്ന് മഹാവിഷ്ണുവിന് കൊടുത്തു, ഒന്ന് ആദിപരാശക്തിക്ക് കൊടുത്തു. അതാണ് രണ്ടാമത് നമ്മൾ കാണുന്ന ശിവൻ കൊടുക്കുന്നത്. മൂന്നാമതുള്ള ശിവൻ്റെ കയ്യിൽ തന്നെ വെച്ചു. അങ്ങനെയാണിത്. അപ്പോൾ ശിവൻ കൊടുത്തു എന്നേ നമ്മൾ പറഞ്ഞുള്ളൂ. ഇത് എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോഴും. സുദർശന ചക്രം ഉണ്ടായതിന് മഹാദേവൻ ഇത് കിട്ടിയത് വിശ്വകർമാവിൽ നിന്നാണ്. ഇപ്പോൾ വിശ്വകർമാവ് എന്ത് ചോദിച്ചാൽ തൻ്റെ വിശ്വകർമാവിൻ്റെ മകൾ സഞ്ജന എന്ന് പറയുന്ന കുട്ടി
വിവാഹം കഴിച്ച സൂര്യദേവനെയാണ്. ഇപ്പോൾ സൂര്യദേവനാകുമ്പം പറയേണ്ട ആവശ്യമില്ലല്ലോ, ഭാര്യയ്ക്ക് അടുത്തോട്ട് പോകാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ചൂടാണ്. അപ്പം മകൾ വന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഒരു നിവൃത്തിയില്ല, ഭർത്താവൊക്കെ അടുത്ത് പോലും അടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ശരി. അപ്പം സൂര്യനെ വിളിച്ചു, പറഞ്ഞു നിൻ്റെ തേജസ് ഞാൻ കുറച്ച് കുറയ്ക്കാൻ പോവുകയാണ്. പറഞ്ഞു സന്തോഷം, എൻ്റെ ഭാര്യയുടെ ആഗ്രഹപ്രകാരം എല്ലാ ഭർത്താക്കന്മാരും അങ്ങനെയല്ലേ, അപ്പോൾ അങ്ങനെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേ വിശ്വകർമാവ് സൂര്യൻ്റെ കുറച്ച് തേജസ് എടുത്തു. ആ തേജസ് എടുത്തിട്ട് അദ്ദേഹം 3 സാധനം ഉണ്ടാക്കി. അതിലാദ്യത്തെയാണ് സുദർശന ചക്രം. ഈ സുദർശന ചക്രം പറയുന്നത് 108 പല്ലല്ല, ഇത് 1 കോടി പല്ലുള്ള 2 ചക്രമാണ്, മുമ്പിലും പുറകിലുമായിട്ട്. മുമ്പിലത്തെ ക്ലോക്ക് വൈസും പുറകിലത്തെ ആൻറ്റി ക്ലോക്ക് വൈസും കറങ്ങുന്നു എന്നാണ് അതിൻ്റെ സങ്കല്പം. അത് പരമശിവന് കൊടുത്തു. 3 സാധനം ഉണ്ടാക്കി, കാരണം അത്രയ്ക്ക് തേജസ്സായിരുന്നുള്ളത്. രണ്ടാമത്തെയാണ് പുഷ്പക വിമാനം. അനേക വിധമായ നമ്മൾ പറയുന്ന സെൻസേഴ്സ് ഉള്ളൊരു വിമാനമായിരുന്നു പുഷ്പവിമാനം. ആൾക്കാർ കയറുന്നതനുസരിച്ച് അത് വലുതാകും, അത് ഓടാൻ അത് ഇന്ധനം വേണ്ട. ചില ആൾക്കാർ ഭർത്താക്കന്മാരില്ലാത്ത വിധവകളായ സ്ത്രീകൾ കയറിക്കഴിഞ്ഞാൽ അത് സ്റ്റാർട്ടാകത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള കുറേ സ്പെഷ്യാലിറ്റി ഉള്ളൊരു ഇതായിരുന്നു, അതുണ്ടാക്കി. അത് രാവണൻ്റെയൊക്കെ ബ്രദറായിട്ടുള്ള വൈശ്രവസിന് കൊടുത്തു. വൈശ്രവസിൻ്റെ പുത്രനായ വിശ്വകർ, അത് നമ്മൾ കുബേരനാണ് കൊടുത്തത്. മൂന്നാമത് കിട്ടിയ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂന്നാമത് ഉണ്ടാക്കിയാണ് തൃശൂലം. ആ തൃശൂലം അത് കൊടുത്തതും പരമശിവനാണ് കൊടുത്തത്. അദ്ദേഹത്തിന് ഈ ശക്തി വഹിക്കാനുള്ള ശക്തിയുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സുദർശനവും ഒരു തൃശൂലവും ഒരു നമ്മുടെ പുഷ്പക വിമാനമാണ് അതിൽ നിന്നുണ്ടാക്കിയത്. അടുത്ത അതിൻ്റെ നേരെ താഴെ കാണുന്നത് ശ്രീവത്സമാണ്. ശ്രീവത്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭഗവാന്റെ മാറിലുള്ള ഒരു കാൽപ്പാടാണ്, ഒരു പാടാണ്. അതെങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആദ്യം പറയാം. തത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന് ഭൃഗു മഹർഷിയിൽ നിന്നൊരു ചവിട്ട് കിട്ടിയതാണ്. അതാണ് ആ കഥയെ പറഞ്ഞുതരാം. അപ്പോൾ ഏത് അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാലും ജീവിതാനുഭവങ്ങളെല്ലാം ഭഗവാന്റെ പ്രസാദമായിട്ടെടുക്കണം എന്നുള്ളത് കാണിക്കാനാണ് ആ പാട് ഭഗവാൻ അവിടെ സൂക്ഷിക്കുന്നത്. അതായത് ഭാഗവതം ദശമസ്കന്ധത്തിൽ ഒരു കഥയുണ്ട്. സരസ്വതീ തീരത്ത് ഒരിക്കൽ കുറേ മഹർഷിമാരും മുനിമാരും ചേർന്ന് വലിയ യാഗം നടത്തി. യാഗമെല്ലാം നടത്തി ഇടയ്ക്ക് അവർക്ക് ഈ ലക്ഷ ടൈമൊക്കെ കിട്ടിയപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ചുമ്മാതൊരു സംസാരം ഉണ്ടായി. ത്രിമൂർത്തികളിൽ ഏറ്റവും മഹത്വം, 3 പേരും മഹാന്മാരാണ്, എങ്കിലും ഇവരിൽ 3 ആർക്കാണ് മഹത്വം കൂടുതലെന്ന് അറിയാനൊരു ആഗ്രഹം മഹർഷിമാർക്ക്. അപ്പോൾ ഇതെങ്ങനെ അറിയാൻ പറ്റും? ശരി, അത് നമുക്ക് പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞ് ഭൃഗു മഹർഷിയെ ഏർപ്പെടുത്തി. ഭൃഗു മഹർഷി പറഞ്ഞു ഞാനൊരു ഐഡിയ നോക്കട്ടെ എന്ന് പറഞ്ഞു. ആദ്യം അദ്ദേഹം ബ്രഹ്മലോകത്ത് പോയി. അപ്പോൾ ബ്രഹ്മാവ് അവിടെ ഇരിപ്പുണ്ട്, താമരയിലൊക്കെ ഇങ്ങനെ സുഖമായിട്ടിരിക്കുന്നു. മുമ്പിൽ കുറേ ശിഷ്യന്മാരും അവരും മുനിമാരും ഒക്കെ ഇരിപ്പുണ്ട്. ഒരു കസേര അവിടെ പീഠം കിടന്നിരുന്നു. ഭൃഗു നേരെ പോയിട്ട് മുമ്പിൽ ആ പീഠത്തിന് ഇരുന്നു. ഇത് ബ്രഹ്മാവിന് ഇഷ്ടപ്പെട്ടില്ല. ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒന്നീ ഇരിക്കാൻ നമ്മൾ പറയണം, അല്ലാതെ ഒരു ബഹുമാനമൊന്നുമില്ല. അത് ദേഷ്യപ്പെട്ടു ബ്രഹ്മാവ്. ഇത് ഭൃഗു ഒന്നും പറഞ്ഞില്ല, അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോവുകയും ചെയ്തു. അത് പരീക്ഷിക്കാൻ പോയതാണ്. ബ്രഹ്മാവിന് അത് മനസ്സിലായില്ല. നേരെ പോയത് ശിവൻ്റെ അടുത്തോട്ടാണ്. കൈലാസത്തിൽ പോയി. കൈലാസത്തിൽ പോയപ്പോൾ ഇതുപോലെ അവിടെ ചെന്ന് വളരെ സന്തോഷത്തോടു കൂടി ശിവഭഗവാൻ ആലിംഗനം ചെയ്യാനായിട്ട് വന്നു ഭൃഗുവിനെ. ഭൃഗു പറഞ്ഞു മാറി നിൽക്കേ, സ്മെല്ല് തൻ്റെ ദേഹത്തൊക്കെ ഇതെന്താ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ശിവന് ദേഷ്യം വന്നു. അത്ര അഹങ്കാരവും വഴക്ക് പറഞ്ഞു, ദേഷ്യപ്പെട്ടു. ഭൃഗു അവിടെ നിന്നും പോയി. നേരെ വൈകുണ്ഠത്തിലോട്ടാണ് പോയത്. ഭഗവാൻ അവിടെ യോഗനിദ്രയിലാണ്. അപ്പം ഭൃഗു മഹർഷി വന്ന് അറിഞ്ഞില്ല. അപ്പോൾ ചെന്ന വടയി അറിഞ്ഞില്ലെന്ന് പറഞ്ഞ് ഒരൊറ്റ ചവിട്ട് കൊടുത്തു നെഞ്ചത്ത്. അപ്പോൾ ഭഗവാൻ ഞെട്ടി ഉണർന്നപ്പോൾ ആകെ പുറമെ ഭൃഗു മഹർഷിയുടെ കാല് പിടിച്ച് ക്ഷമ പറഞ്ഞു, മഹർഷിയെ ക്ഷമിക്കണം, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാണ്. അപ്പോൾ ഭൃഗുവിന് മനസ്സിലായി ഇദ്ദേഹം തന്നെയാണ് ഏറ്റവും ഉത്തമൻ, ഏറ്റവും നല്ല പൂർണ്ണതയുള്ള മഹത്വം ഉള്ളതാണ്. അങ്ങനെ ഈ പാട് മാറ്റിക്കൊടുത്തേനെ. പക്ഷെ വേണ്ട, ഇത് ഞാൻ എന്നും ഞാൻ അങ്ങേ ഇത് നിന്നിച്ച് അല്ലെ ഇതിന് ശിക്ഷയായിട്ട് ഈ പാട് എനിക്ക് ഇരുന്നോട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ കാണിക്കുന്നത് ജീവിതാനുഭവങ്ങളെല്ലാം നമ്മൾ ഭഗവാന്റെ പ്രസാദമായിട്ട് തന്നെ എടുക്കണം. നല്ല അനുഭവങ്ങളാകാം, ചിലർ നമ്മളെ ദേഷ്യപ്പെട്ടെന്നിരിക്കാം, വഴക്ക് പറഞ്ഞെന്നിരിക്കാം, എന്തെല്ലാം അനുഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും അതെല്ലാം ഈശ്വരപ്രസാദമായിട്ട് തന്നെ നമ്മൾ കാണണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അടുത്തത് ഭഗവാന്റെ ചതുർഭുജമാണ്. ഭഗവാനെ 4 തൃക്കരങ്ങളോടുകൂടിയാണ് കാണിച്ചിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 4-ന് പ്രാധാന്യമുണ്ട്. നമ്മൾ പുരാണങ്ങൾ ഏത് പുരാണം വായിച്ചു കഴിഞ്ഞാലും നമ്മുടെ പ്രപഞ്ചം, അത് യൂണിവേഴ്സ് അല്ലെങ്കിൽ മിൽക്കി വേ, ഇതിനെല്ലാം ഒരു സർക്കുലർ, ഒരു വൃത്താകൃതിയിലാണ് എല്ലാം അവർ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വൃത്തം
പൂർണ്ണമാകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 4 ക്വാർട്ടറായിട്ടെടുക്കും. അത് ചേർത്ത് വെക്കുമ്പോൾ വൃത്തം പൂർണ്ണം. ഈ 4 ക്വാർട്ടറിൽ എടുക്കാനുള്ള വേറെ ഒരു കാര്യമുണ്ട്. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ പറയുന്ന അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി എന്ന് പറഞ്ഞാൽ നമ്മൾ 27 നക്ഷത്രങ്ങളാണ്, 12 രാശികളുമാണ്. 12 രാശികളിൽ 27 നക്ഷത്രം വരണം. അപ്പോൾ 2.25 നക്ഷത്രം ഒരു രാശിയിൽ വരണം. അപ്പോൾ ഒരു ക്വാർട്ടർ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ നക്ഷത്രം ചോദിക്കും ഏതാ കാർത്തിക നക്ഷത്രം ഏത് പാദമാണെന്ന് ചോദിക്കും, ഏത് പാദത്തിലാണ് ശരി, അത് ഏത് ക്വാർട്ടർ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ക്വാർട്ടർ, ഇപ്പം 4 എന്നുള്ളൊരിത്, 4 ചേരുമ്പോൾ പൂർണ്ണമാകും എന്നുള്ളൊരു പ്രപഞ്ചം പൂർണ്ണമാകും. ആ പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണതയെ കാണിക്കാനായിട്ടാണ് ഭഗവാന്റെ 4 കൈകളും 4 തൃക്കരങ്ങളായിട്ട് കാണിച്ചിരിക്കുന്നത്. അടുത്തത് മഞ്ഞ വസ്ത്രമാണ്, പീതാംബരം. അതെല്ലാവർക്കും അറിയാം. മഞ്ഞ വസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യത്തെ കാണിക്കുന്നതാണ്, സ്വർണ്ണവർണ്ണമാണ്. അതായത് ഭഗവാൻ ഒരിക്കൽ രാധയുടെ കൂടി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഭഗവാൻ രാധയെ പറയും തപകാഞ്ചന ഗൗരാംഗി എന്നാണ്. അതായത് കാഞ്ചനത്തിൻ്റെ, സ്വർണത്തിൻ്റെ നിറമുള്ളവളെ എന്നാണ് രാധയെ വിളിക്കാറുണ്ടായിരുന്നത്. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ആ സ്നേഹം, ഐശ്വര്യം ഇതെല്ലാം നിറഞ്ഞതെന്നുള്ള അർത്ഥത്തിലാണ് കാണിക്കുന്നത്. അപ്പോൾ സകല ജീവജാലങ്ങളുടെയും മനസ്സും ബുദ്ധിയും ശക്തിയും അതിൽ നിന്നുണ്ടാകുന്നു. ഏത് ഐശ്വര്യത്തിൽ നിന്ന്. ആ ഐശ്വര്യം ഭഗവാനിൽ പൂർണ്ണമായിട്ടും ഉണ്ട്, ഭഗവാനിൽ നിന്ന് വരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ശ്രീവത്സം നമ്മുടെ പീതാംബരം കാണിക്കുന്നത്. അടുത്തത് വലത്ത് താഴത്തെ കയ്യിൽ കാണിക്കുന്നതാണ് കൗമോദകി എന്ന ഗദ. ഇത് വടക്കേ ഇന്ത്യയിലുള്ള ചില മഹാവിഷ്ണുവിൻ്റെ കൈകളിൽ ഇത് ഇടത്തെ കയ്യിലും നമ്മളുടെ തന്നെ പഴയ ചില കൈകൾ വലത്തെ കയ്യിലും അത് മാറി മാറി വരുന്നുണ്ട്. നമുക്ക് ഏത് കയ്യിലാണെന്നുള്ളതല്ല നമ്മുടെ പ്രാധാന്യം. നമ്മൾ ഈ ഗദയുടെ കാര്യം മാത്രം പറയാം. ശത്രു പ്രതിരോധമാണ് ആയുധത്തിൻ്റെ ലക്ഷ്യം, അല്ലേ? ഏത് ആയുധവും നമ്മൾ ശത്രുക്കളിൽ നിന്ന് ഒരു പ്രതിരോധത്തിന് വേണ്ടിയാണ്. അപ്പം നമ്മുടെ പ്രധാന ശത്രു ആരാണ്? ആലസ്യമാണ്. നമ്മുടെ ലേസിനെസ്സാണ് നമ്മുടെ പ്രധാന ശത്രു. അത് മാറാൻ നമുക്ക് എന്താണ് ആവശ്യം? ചിട്ടയോടുകൂടിയ ഒരു ജീവിതം, വളരെ ചിട്ടയോടുകൂടിയ ഒരു ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആലസ്യം മാറും. അതുപോലെ നമ്മൾ മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറിയാലും അവർ തിരിച്ച് നമ്മളോട് നല്ല രീതിയിൽ പെരുമാറണമെന്നില്ല. അപ്പോൾ ചില സമയത്ത് അവർക്ക് നമ്മൾ പ്രതികരിക്കേണ്ടി വരും. അങ്ങനെ അതിന് നമുക്കൊരു ശക്തി വേണം. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ശക്തിയുള്ള ഒരു മനസ്സാണ് പ്രതിരോധം. ആ മനസ്സിനെയാണ് ശരിക്കും ഗദ കാണിക്കുന്നത്. മനസ്സിന് മനഃശക്തി ഉണ്ടാകണം. അപ്പോൾ ഗദയിൽ, ഭഗവാന്റെ ഗദയിൽ, കൗമോദകിയിൽ കാണുന്ന അത്രയും ശക്തി നമ്മുടെ മനസ്സിലുണ്ടാകണം. അപ്പോഴേ നമ്മൾ ജയിക്കേണ്ട ശത്രു നമ്മുടെ കോപമാണ്. ഈ തത്വമാണ്, നമ്മൾ കോപത്തെ ജയിക്കണം, മനസ്സാന്നിധ്യം കൊണ്ട് കോപത്തെ ജയിക്കണമെന്നുള്ള ഒരു സന്ദേശമാണ്, ഒരു തത്വമാണ് ഭഗവാന്റെ ഈ ഗദ നമ്മളെ പ്രതിനിധീകരിക്കുന്നത്. അടുത്തത് ഭഗവാന്റെ ഇടത്തെ മുകളിലെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ് പാഞ്ചജന്യം. പാഞ്ചജന്യം ശംഖാണ്. അത് കൃഷ്ണൻ അത് എപ്പോഴെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ശത്രുനാശം ഉറപ്പാണ്. മഹായുദ്ധത്തിലും പിന്നെ അസുരന്മാരെ വധിക്കാൻ പോകുമ്പോഴൊക്കെ മാത്രമേ അത് വിളിച്ചിട്ടുള്ളൂ. അത് വിളിച്ചു കഴിഞ്ഞാൽ ശത്രുനാശം ഉറപ്പാണ്. ഇനി നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പൂജ സമയത്തൊക്കെ ശംഖ് വിളിക്കുന്നത് കേട്ടിട്ടില്ലേ? അപ്പം ഈ ശംഖ് വിളിക്കാതെ തന്നെ നമ്മുടെ ചെവിയോട് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സൗണ്ട് വരും. ആദ്യം അത് കടൽ തീരത്തിരിക്കുന്ന പോലൊരു സൗണ്ട് വരും. വീണ്ടും അത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ തോന്നും നമുക്ക് ഒരു ഓങ്കാരനാദം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ബ്രഹ്മസൃഷ്ടിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഓങ്കാരത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായതെന്ന് നമ്മൾ അന്ന് വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഓങ്കാരം ആ ഉ മാ എന്ന 3 ശബ്ദത്തിൽ നിന്നും നമ്മൾ കണ്ടു പ്രപഞ്ചം മുഴുവനും എങ്ങനെ വികസിച്ചു എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ആ വികസിച്ച അത്രയും വലിയ ഈ പ്രപഞ്ചം എന്ന് പറയുന്നതും ഭഗവാന്റെ കയ്യിലെ ഒരു ചെറിയ ശംഖിനുള്ളിലാണ്. പൂർണ്ണമായും ഭഗവാനായിട്ടില്ല. അപ്പോൾ ഈ പ്രപഞ്ചം പോലും ഭഗവാന്റെ ഒരു ചെറിയ അംശമാണ്, ആ ഓങ്കാരമാണ്. അതേ ഓങ്കാരമാണ് പ്രണവധ്വനിയായിട്ട് നമ്മുടെ എല്ലാം ഉള്ളിൽ ഇരിക്കുന്നത്, പ്രാണനായിട്ടിരിക്കുന്നു എന്നുള്ളത് കാണിക്കാനായിട്ടാണ് ശംഖ്. അടുത്തത് കൗസ്തുഭരത്നമാണ്. പാലാഴി മഥന സമയത്ത് കിട്ടിയ ഒരു രത്നമാണ് കൗസ്തുഭം. അത് ഭഗവാൻ തന്നെയാണ് സേവിച്ചു. അത് ഭഗവാൻ ധരിക്കുന്നു. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ഹൃദയത്തിൽ പ്രകാശിക്കുന്നവനാണ് ഭഗവാൻ എന്നൊരു തത്വം കാണിക്കാനാണ്. നമ്മുടെ എല്ലാം ഹൃദയത്തിലാണ്, മനസ്സിലാണ്, ആത്മാവിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. നമ്മൾ വെളിയിലൊക്കെ നമ്മൾ വിളക്കെത്തിക്കുകയും പൂജ ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം കാണുന്നതും ഏൽക്കുന്നതും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനാണെന്നുള്ളൊരു തത്വം കാണിക്കാനാണ് കൗസ്തുഭം എന്ന രത്നം ഭഗവാന് പാലാഴി മകര സമയത്ത് കിട്ടിയത് ധരിച്ചിരിക്കുന്നത്. അടുത്തത് ഇടത്ത് താഴെ കൈയിലെ താമരയാണ്.
ഈ താമര ഒരു ഏറ്റവും നല്ല ഐശ്വര്യമുള്ളതും ഏറ്റവും ഭംഗിയുള്ളതായ ഒരു പുഷ്പമാണ് താമര. അത് ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇത് വെള്ളത്തിൽ ഏറ്റവും താഴെ ചെളിയിലാണ് ഇത് കിളിർത്ത് വരുന്നത്. വെറും ചെളിയിൽ ചേറിലാണ് കിളിക്കുന്നത്. എന്നിട്ട് ഇത് കിളിച്ച് മുകളിലുള്ള വെള്ളത്തിൽ കൂടി ഇത് മേളിലോട്ട് വരും. ആ തണ്ട് മേളിൽ വന്ന് വിരിഞ്ഞിട്ട് ഒരു മൊട്ടും വന്ന് വിരിഞ്ഞതിന് ശേഷം സൂര്യൻ പ്രകാശിക്കുമ്പോൾ, സൂര്യനെ കാണുമ്പോൾ ഇത് വിരിയും. വൈകിട്ട് സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇത് കൂമ്പും. പിറ്റേ ദിവസം വീണ്ടും അത് വിരിയും. പിറ്റേ ദിവസം വൈകിട്ട് കൂമ്പും. അങ്ങനെ 3 ദിവസം വരെ ഈ താമര വിരിയുകയും അടയുകയും ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ എന്താണ് നമ്മുടെ തത്വം നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ അത് അസോസിയേറ്റ് ചെയ്യുന്നത് എന്തിനോടാണ്? വെള്ളത്തിനോടാണ്, അല്ലേ? പക്ഷേ ഡെവലപ്പ് ചെയ്യുന്നത് സൂര്യനെ നോക്കിയാണ്. അപ്പോൾ നമ്മളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ വീടും സമൂഹവുമായി നമുക്ക് ബന്ധം വേണം. അത് ആവശ്യമാണ്. നമ്മുടെ സമൂഹവും വീടും ബന്ധുക്കളുമായിട്ടൊക്കെ എല്ലാം നമുക്ക് ബന്ധം വേണം. എന്നാൽ ആത്മീയമായി ഉയരണമെന്നുണ്ടെങ്കിൽ, ആത്മീയമായി ഉയരണമെന്നുണ്ടെങ്കിൽ അതിന് ഭഗവാൻ തന്നെ വേണം. അതായത് ചുരുക്കത്തിൽ സുരക്ഷിതത്വമുള്ളിടത്ത് സുഖം കാണും. എന്നാൽ സുഖമുള്ളിടത്ത് സുരക്ഷിതത്വം കാണാൻ നിർബന്ധമില്ല, ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആ സുരക്ഷിതത്വം എപ്പോഴും ഭഗവാനിലെ ഉണ്ടാവും. അപ്പോൾ അത് കാണിക്കാനാണ് ഈ താമര ഭഗവാൻ നമ്മളെ കാണിക്കുന്നത്. ഇനി അടുത്തതോ അതിൻ്റെ താഴെ വനമാലയാണ്. ഭഗവാന്റെ വനമാലയെക്കുറിച്ച് നമ്മൾ സഹസ്രനാമം ചോദിക്കുന്ന വചനം വനമാലീ ഗതീശാർഘീ ശംഘീ. അവിടെ വനമാലയ്ക്ക് ആ പ്രാധാന്യം. ആദ്യം വരുന്ന വനമാലയാണ് പറയുന്നത്, വനമാലീ ഗതീശൻ. അപ്പോൾ ഈ വനമാല ആനന്ദത്തിൻ്റെ പ്രതീകമാണ്. സച്ചിദാനന്ദം, പരമാനന്ദം, നമുക്കെല്ലാവർക്കും മനസ്സിന് ആനന്ദം തരുന്ന പ്രതീകമാണ്. ഇനിയും അതിന് കീർത്തനങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. ആജാനുലംബിനി മാല സർവത്ര കുസുമോജ്വല മധ്യേ സ്ഥൂലകഥം പാഠ്യ വനമാലേരി കീർത്തനം. വനമാല എന്താണെന്നാണത് പറയുന്നത്. കാലിൻ്റെ മുട്ടുവരെ നീളമുള്ളതും എല്ലാ ഋതുക്കളിലുമുള്ള വനപുഷ്പങ്ങളെ കൊണ്ട് കോർത്തിട്ടുള്ളതും മധ്യത്തിൽ കടമ്പിൻ്റെ പൂവ് ചേർത്തിട്ടുള്ളതുമായ മാലയാണ് വനമാല എന്ന് പറയുന്നത്. ശരിക്കും പൂക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ പ്രതീകമാണ്. ഇറ്റ് റെപ്രസെൻറ്റ്സ് അവർ മൈൻഡ്. ഇപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ പ്രതീകമാണ് പൂക്കൾ. അപ്പോൾ സകല ചരാചരങ്ങളുടെയും മനസ്സും വാസനകളും ഭഗവാനിൽ അർപ്പിക്കണം എന്ന തത്വമാണ് ഈ വനമാല നമ്മളെ കാണിക്കുന്നത്. എല്ലാ ചരാചരങ്ങളുടെയും അവരുടെ മനസ്സും വാസനകളും എല്ലാം ഭഗവാനിൽ അർപ്പിച്ചേ നമ്മൾ എന്തും ചെയ്യാവൂ എന്നുള്ളതാണ്. ഇനി വനമാല എന്തൊക്കെയാണ് പലരും പല രീതിയിൽ പറയുന്നുണ്ട്. എങ്കിലും പ്രധാനമായിട്ട് ശാസ്ത്രങ്ങൾ പറഞ്ഞ തുളസി, മുല്ലപ്പൂവ്, മന്ദാരം, പാരിജാതം, താമര ഇവയാൽ കോർത്ത മാലയാണ് വനമാല, അല്ലെ വൈജയന്തിമാല എന്ന് നമ്മൾ പറയാറുള്ളത്. ഇനി ഇതോടുകൂടി നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ ഏതാണ്ടൊരു തത്വം നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണൻ്റെ ബാലലീലകളിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഈ ബാലലീലകളിലോട്ട് കൃഷ്ണൻ്റെ പോകുമ്പോൾ എത്രാമത്തെ അവതാരമാണെന്ന് കൃഷ്ണൻ നോക്കണമല്ലോ നമ്മൾ. മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 3-ാം അധ്യായത്തിൽ മഹാവിഷ്ണുവിൻ്റെ പ്രധാന 24 അവതാരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ക്രമവും ഈ കാണുന്ന ക്രമത്തിലാണ്. ബ്രഹ്മ, സനകാദിമുനി, വരാഹം, നാരദൻ, അങ്ങനെ നരനാരായണൻ, കപിലൻ, ദത്താത്രേയൻ, എങ്ങനെ 24 പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പിന്നീട് ഉള്ള കാലാന്തരം വന്നു കഴിഞ്ഞപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട 10 അവതാരങ്ങളെ എടുത്ത് നമ്മൾ ദശാവതാരങ്ങളാക്കി മാറ്റി. അത് ഒരു പക്ഷേ നമ്മുടെ ഡാർവിൻ്റെ തിയറിയൊക്കെ വെച്ചിട്ട്, എന്ത് തിയറി എന്നാണ് പറയുന്നത്? ഇവല്യൂഷൻ തിയറി, അതായത് പരിണാമ സിദ്ധാന്തം. ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം അനുസരിച്ച് ഈ മത്സ്യത്തെ ആദ്യം കൊണ്ടുപോയി വെള്ളത്തിൽ മാത്രമുള്ളത്, പിന്നെ കരയിലും വെള്ളത്തിലുള്ളതായിട്ടുള്ള കൂർമ്മമായി വരാഹവും, അങ്ങനെ പിന്നെ നരസിംഹം മനുഷ്യനും മൃഗവുമായിട്ട് വന്നു, അങ്ങനെ പിന്നെ ചെറിയ മനുഷ്യൻ വാമനൻ, അങ്ങനെ ഓരോ ഇതായിട്ട് വന്നു എന്നൊരു ഇതുണ്ട്. എന്തായാലും അതല്ല നമുക്ക് ആവശ്യം. ഈ ദശാവതാരത്തിൽ 9ാമത്തെ അവതാരമാണ് ശ്രീകൃഷ്ണൻ. ആ ശ്രീകൃഷ്ണൻ്റെ അവതാരങ്ങളും ഇന്ന് അവതാരം മാത്രം നമുക്കൊന്ന് നോക്കാം. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ബാലലീലകളായിരിക്കും നമ്മൾ അടുത്ത ഒരു എപ്പിസോഡിൽ നമ്മൾ അടുത്ത ഓരോ ഭാഗത്തായിട്ട് നമ്മൾ പോകുന്നത്. ഇതിൽ ജയവിജയന്മാർ വൈകുണ്ഠത്തിൽ, ഈ കഥകളൊക്കെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വൈകുണ്ഠത്തിലെ പാറാവുകാരായിരുന്നു. ഒരിക്കൽ വൈകുണ്ഠത്തിൽ ഈ സനകാദി മുനികൾ അവിടെ വന്നപ്പോൾ അവർക്കെന്തോ അവരുടെ ഒരു മുജന്മ പുണ്യമില്ലായ്മ കൊണ്ട് സനകാദി മഹർഷികളെ തടയുകയും സനകാദി മഹർഷികൾ അവരെ 3 ജന്മം പോയി ഭൂമിയിൽ ജനിക്കാൻ പറയുകയും
3 ജന്മമല്ല, ഭൂമി ജനിക്കാൻ പറഞ്ഞു. ഉടനെ ഭഗവാൻ ഇടപെട്ടു. ആ കഥകളൊക്കെ നമുക്കറിയാം. എന്നിട്ട് പറഞ്ഞില്ല 3 ജന്മം കൊണ്ട് നിങ്ങളെ മുക്തി തരാം, 3 ജന്മവും ഞാൻ തന്നെ വന്ന് നിങ്ങളുടെ ജീവനെടുക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവരുടെ ആദ്യത്തെ ജന്മമായിരുന്നു കശ്യപൻ്റെയും ദ്വിതിയുടെയും പുത്രന്മാരായ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപും. അത് രണ്ടും ഭഗവാൻ തന്നെ വരാഹമായിട്ടും നരസിംഹമായിട്ടും ഭഗവാൻ അവരെ വധിച്ചു. അടുത്തത് കുംഭകർണനും രാവണനുമായിരുന്നു. വിശ്രവസിൻ്റെയും കേശിനിയുടെയും പുത്രന്മാരായ, വേറെ അവർക്ക് സഹോദരങ്ങളുണ്ടായിരുന്നു എങ്കിലും ഈ ജയവിജയന്മാരുടെ ജന്മമായിട്ട് വന്നത് കുംഭകർണനും രാവണനുമായിരുന്നു. അവരെയും ഭഗവാൻ തന്നെ വധിച്ച് അവർക്ക് മുക്തി കൊടുത്തു. അവരുടെ 3ാമത്തെ അവതാരമാണ് ദമഘോഷനും ശ്രുതശ്രവ എന്ന് പറയുക അവർക്കുണ്ടായ ദന്തവക്രനും ശിശുപാലനും. അതുകൊണ്ട് ഇവരെ 3 പേരെയും അവരുടെ ഇത്രയും ആൾക്കാരുടെ ജീവൻ എടുക്കാനായിട്ട്, അവർക്ക് മുക്തി കൊടുക്കാനായിട്ട് ഭഗവാൻ തന്നെ അവതരിക്കേണ്ടി വന്നു. ഇവിടെ ദന്തവക്രനെയും ശിശുപാലൻ്റെയും മുക്തി കൊടുക്കാനായിട്ടാണ് കൃഷ്ണാവതാരം. എങ്കിൽ തന്നെയും ഓരോ അവതാരത്തിലും ഭഗവാൻ വേറെ പല ഉദ്ദേശങ്ങൾ കാണും. ഈ ഉദ്ദേശങ്ങൾ കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കൊരു നല്ല പോലെ ഈ കഥകളെ എല്ലാം കോർത്തിണക്കിക്കൊണ്ടാണ് നമ്മുടെ പുരാണങ്ങളുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ഗർഗഭാഗവതമൊക്കെ വായിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും പൂർവ്വജന്മങ്ങൾ, പുനർജന്മങ്ങൾ, മുമ്പുള്ള ചരിത്രങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഇന്ന സമയത്ത് മുക്തി കിട്ടും, ഇന്ന കാര്യം ശാപമായാലും എല്ലാം കിട്ടുന്നൊരു കണക്ഷനുണ്ട്. ഇതെല്ലാം കൂടി ഈ കൃഷ്ണാവതാരത്തിൽ എന്തെല്ലാം ചെയ്യണമെന്നുണ്ട്. നമ്മളിപ്പോൾ ഗോപികമാരായിട്ടൊക്കെ വന്നവരൊക്കെ പണ്ട് ദേവലോകത്ത് ഓരോരോ സമയത്ത് ശാപങ്ങൾ കിട്ടിയ അപ്സരസുകളായിരുന്നു. അവരെല്ലാം ഗോപികമാരായിട്ട് ജനിച്ചു. കാരണം നിങ്ങൾ ഭഗവാന്റെ കൂടെ കുറേ കാലം കഴിഞ്ഞ് ഭഗവാനെ സേവിച്ച് എല്ലാം മറന്ന്, അവരെല്ലാം മറന്ന ഭഗവാനെ വരുന്നത്, വീടും കൂടും എല്ലാം മറന്നിട്ടാണ് ചെയ്തത്. അങ്ങനെ സേവിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മുക്തി കിട്ടും. അങ്ങനെയൊക്കെ ഓരോ കഥകൾ അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് അവർക്കൊക്കെ അവതാരം എടുക്കേണ്ടി വന്നത്. എന്തായാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഏറ്റവും കൂടുതൽ ഈ ഭഗവാന്റെ ശക്തികൾ കാണിച്ചിട്ടുള്ളത് കൃഷ്ണാവതാരത്തിലാണ്. മറ്റൊക്കെ ചിലപ്പോൾ 1-2 അസുരന്മാരെ കൊള്ളൂ, അല്ല രാവണവധമോ ഭഗവധമോ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ജനിക്കുമ്പം തന്നെ മായയാണ്. ആ മായയോട് കൂടി അവിടുന്ന് വേറെടുത്ത് പോകുന്നു, അവിടെ പൂതന ഇവരെ കുറേ പേര് കൊല്ലാൻ വരുന്നു. അത് കഴിഞ്ഞ് പോകുന്നു. പിന്നെ ഇങ്ങനെ കാളിയമർദ്ദനം ദൈവത്തെ എല്ലാം കഴിഞ്ഞ് 14ാമത്തെ വയസ്സ് വന്ന് കംസനെയും കൊല്ലുന്നു. പിന്നെ അങ്ങോട്ട് പോയി മഹാഭാരതം, ഭാഗവതം ഒക്കെ അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ അതിൽ ഈ ദന്തവക്രനെയും ശിശുപാലൻ്റെയും വധത്തിന് വേണ്ടിയായിരുന്നു ഭഗവാന്റെ ആദ്യത്തെ ഈ 9ാമത്തെ അവതാരം. ഇത് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല, കാരണം യദുവംശ ചരിത്രമാണിത്. യദുവംശത്തിൽ ഇപ്പോഴത്തെ നമ്മുടെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ബ്രഹ്മാവിന് ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ പറഞ്ഞിട്ടുള്ളത്, ഇപ്പോഴത്തെ നമ്മുടെ ബ്രഹ്മാവിന് 50 വയസ്സ് കഴിഞ്ഞു. 100 വയസ്സാണ് ബ്രഹ്മാവിൻ്റെ, ഇപ്പോൾ 59 വയസ്സാണ്. അത് ഒരു കൽപ്പം എന്ന് പറയുന്നത്, ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 432 കോടി വർഷമാണ്. അത് 14 മന്വന്തരങ്ങളാണ്. അതിൽ 7ാമത്തെ മനു, വൈവസ്വത മനുവാണ് ഇപ്പോൾ ഭരിക്കുന്നത്. ഇതിനകത്ത് 71 ചതുർയുഗം കാണും. അതിൽ 28ാമത്തെ ചതുർയുഗമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇങ്ങനെയൊക്കെ കണക്കുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഈ വൈവസ്വത മന്വന്തരത്തിലെ ഭഗവാന്റെ അവതാരം എന്ന് പറയുന്നത് ഏതാണ്ട് നമ്മൾ 93ാമത്തെ ജന്മം, അത് ജന്മമല്ല തലമുറ, വൈവസ്വതവിൻ്റെ 93ാമത്തെ തലമുറയിൽ വരുന്നത്. അത് കാണാൻ 5ാമത്തെ യദുവാണ്. യദുവിൻ്റെ എല്ലാം കഴിഞ്ഞ് പിന്നെ താഴോട്ട് വന്നു. പിന്നെ വിഷ്ണു പല വംശങ്ങളൊക്കെ വരുന്നു. അപ്പോൾ അതൊന്നും നമുക്ക് വിശദമായിട്ട് പോകണ്ട. എന്തായാലും കംസൻ്റെ മുതൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം, കുറച്ച് സമയങ്ങളെടുക്കാം, കുഴപ്പമില്ല. അപ്പം കംസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം പിതാവായ ഉഗ്രസേനനെ തടവിലാക്കി ആണ് കംസൻ രാജാവായത്. അങ്ങനത്തെ അത്ര ഒരു ദുഷ്ടനായിരുന്നു കംസൻ. അപ്പോൾ ഈ കംസൻ്റെ കാര്യം പറയുമ്പോഴേ നമ്മൾ കംസനും ആരാന്നൊന്ന് പറഞ്ഞിട്ട് പോകാം, കാരണം അതും ഒരു തത്വമാണ്. കംസൻ എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ നമ്മളെല്ലാം സുദർശനം പറഞ്ഞപ്പോൾ കുദർശനം പറഞ്ഞില്ലേ, ഓപ്പോസിറ്റ്. അപ്പോൾ ഇത് ഓപ്പോസിറ്റ് പറഞ്ഞാലായിരിക്കും വേഗം മനസ്സിലാവുന്നത്. കംസൻ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ഹംസം എന്നാണ്. ഹംസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അരയണ്ണം. അരയണ്ണം എന്ന് പറഞ്ഞാൽ ഏറ്റവും പവിത്രമായ, ഏറ്റവും ശുദ്ധമായ ഒരു ജീവിയായിട്ടാണ് നമ്മളതിനെ വളരെ എല്ലാ ദേവന്മാരുടെയും ദേവിമാരുടെയും ഒക്കെ കൂടെയുണ്ട് ആണ് കാണുന്നത്. അതിനൊരു പ്രത്യേകതയുണ്ട്. വെള്ളവും പാലും കൂടെ ചേർത്തിട്ട് അരയണ്ണത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം മാക്കിയിട്ടിട്ട് പാല് മാത്രം കുടിക്കാനുള്ള കഴിവ് അരയണ്ണത്തിനുണ്ട്. അങ്ങനെ വലിയൊരു ശക്തി അരയണ്ണത്തിനുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഒരു നല്ല ഇതാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അപ്പോൾ കംസൻ നിർത്താൻ മതി. അത്രയ്ക്ക് ദുഷ്ടനും അത്രയ്ക്ക് മോശമായിട്ടുള്ള ഒരാളായിരിക്കും കംസൻ. ഇപ്പോൾ കംസൻ്റെ പൂർവ്വജന്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലനേമി എന്ന് പറഞ്ഞൊരു അസുരനായിരുന്നു. അത് ഒരുപാട് ദോഷങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കഥകളുണ്ട്, അത് ഞാൻ പറയുന്നില്ല. അങ്ങനെ അയാൾ ഒരുപാട് ദോഷങ്ങളൊക്കെ ചെയ്തിട്ട് അയാൾക്ക് ഒരു വരം കിട്ടിയിരുന്നു. ഈ ഭഗവാനെ കൊണ്ട്
ഭഗവാനിൽ നിന്ന് മുക്തി കിട്ടും, കുറേ അവസാനം തപസ്സൊക്കെ ചെയ്തിട്ട് കിട്ടും. അങ്ങനെയാണ് പുനർജന്മമായിട്ട് കംസനായിട്ട് എടുക്കുന്നത്. എങ്കിലും ജന്മന ഉള്ള ആ ഒരു ഇതെല്ലാം അയാൾ കാണിച്ചു, വളരെ ദുഷ്ടനായിട്ടൊക്കെ വന്നു. അപ്പോൾ ഈ കാലനേമി എന്ന് പറയുമ്പോൾ നമ്മളത് മനസ്സിലാക്കണ്ടേ, കാലചക്രം, നേമി എന്ന് പറഞ്ഞാൽ ചക്രം എന്നാണ് അർത്ഥം. അപ്പോൾ കാലചക്രത്തിൽപ്പെട്ട എന്താണ്? നമ്മുടെ ശരീരം. അപ്പോൾ നമ്മുടെ ശരീരമാണ് ശക്തി എന്ന് കരുതി വിവേകമില്ലാതെ ജീവിക്കുന്നവൻ കംസൻ, കാലനേമി. നമ്മുടെ ശരീരമാണ് ശക്തി എന്ന് കരുതി അതിന് ജീവിക്കുന്നവൻ കംസൻ. അല്ലാത്തവരോ അതുപോലെ നമ്മൾ സത്സംഗമൊക്കെ കേട്ടിട്ട് ഭഗവാനെ ആക്കുന്ന, അപ്പം കംസന്മാരും ഹംസമായിട്ട് മാറും. അതാണ് കംസൻ്റെ ഒരിത്. അപ്പോൾ സ്വന്തം പിതാവിനെ ഇതൊക്കെ ആക്കിയിട്ട് കിടന്നു. അമ്മ എന്നിട്ട് അടുത്ത ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മകളായിരുന്നു ദേവകി. അപ്പോൾ ദേവകിയെ വസുദേവരെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. അപ്പോൾ ദേവകി വസുദേവ കല്യാണം വളരെ ആർഭാടമായിട്ടൊക്കെ തന്നെ നടത്തി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ പവർ കാണിക്കാൻ വേണ്ടി ആ കല്യാണത്തിന് ശേഷം രഥത്തിലുണ്ടായിരുന്ന ഘോഷയാത്രയിൽ കംസൻ തന്നെ, മഹാരാജാവ് കംസൻ തന്നെ രഥം തെളിച്ചു, എല്ലാം നടന്നു. അങ്ങനെ ഇങ്ങനെ വീഥികളിൽ കൂടി അനേകായിരങ്ങളുടെ നടുക്കൂടെ കൂടി പോകുമ്പോഴാണ് ഒരു അശരീരി കേൾക്കുന്നത്. ഹേ കംസ, നീ ആരെയാണോ ഈ രഥം തെളിച്ചുകൊണ്ട് പോകുന്നത് അവരുടെ 8ാമത്തെ പുത്രൻ നിൻ്റെ അന്തകനായിരിക്കും. അപ്പോഴും കംസന് ദേഷ്യമായിട്ടാ, എന്താ ചെയ്യുന്നത്, ഒരു നിവർത്തിയില്ലല്ലോ. അങ്ങനെ ദേഷ്യപ്പെട്ട് ഉടനെ അവരെ കൊല്ലാനായിട്ട് വാളൂരി. അപ്പോൾ പിന്നെ വസുദേവരും മറ്റുള്ളവരെല്ലാം കാല് പിടിച്ചു പറഞ്ഞു, ഇല്ല ഞങ്ങളല്ലല്ലോ കൊല്ലുന്നത്, ഞങ്ങളുടെ കുട്ടികളല്ലേ, അതുകൊണ്ട് ഞങ്ങളെ ഉപദ്രവിക്കാതെ കുട്ടികളെ നിങ്ങൾ എന്ത് വേണമെന്ന് ചെയ്തു. ശരി, അപ്പം ഇയാൾ ഒന്ന് ശാന്തനായിട്ട് പറഞ്ഞു, ഇനി എത്ര കുട്ടികളായാലും 1 8 എനിക്ക് പറ്റില്ല, ഏതുണ്ടായാലും അതിനെ ഞാൻ കൊല്ലും. ശരി, സമ്മതിച്ചു. അങ്ങനെ അവരെ അന്ന് തന്നെ കാരാഗ്രഹത്തിൽ അടച്ചു. ഈ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. അങ്ങനെ ദേവകി ദേവി പ്രസവിച്ച ആദ്യത്തെ 6 കുട്ടികളെയും കംസൻ വധിച്ചു. അതിന് 7ാമതും ദേവകി ദേവി ഗർഭിണിയായി. ദേവകി ദേവി ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ ഈ വസുദേവൻ്റെ വേറൊരു ഭാര്യയാണ് രോഹിണി. രോഹിണിയുടെ സിസ്റ്ററാണ് യശോദ. ഇവർ അവിടെ ഗോകുലത്തിലാണ് താമസം. അപ്പോൾ ഭർത്താവിൻ്റെ അടുത്ത് അവരിടയ്ക്ക് വരും. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഈ ദേവകി ഗർഭിണിയുമാണ്, 7ാമത്തെ ഗർഭമാണ്. അപ്പോഴെന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വര നിശ്ചയം എന്ത് ചെയ്തു, ആ ഗർഭത്തെ ഭഗവാൻ, അതായത് ദേവകിയിൽ നിന്ന് രോഹിണിയിലേക്ക് മാറ്റി. ആ ഭ്രൂണത്തെ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഫീറ്റസ് ട്രാൻസ്പ്ലാന്റേഷൻ. ആദ്യത്തെ അല്ല, അതിന് മുമ്പ് ഒരെണ്ണമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഫീറ്റസ് ട്രാൻസ്പ്ലാന്റേഷൻ കഥ കേട്ടിട്ടുണ്ടായിരിക്കും. ഗർഭം മാറ്റി വേറെ സ്ഥാപിച്ച്. ശിവനും പാർവതിയും കൂടെ പണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ വേഷം മാറി ജീവിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അവർക്ക്. അവർ വേടനായിട്ട് പോവും, അതായിട്ട് പോവും, ഇങ്ങനെ പോവും. അങ്ങനെയൊക്കെ ഒരു രണ്ടുപേരും ഭയങ്കര റൊമാൻറ്റിക്കാണ്. അങ്ങനെ ഒരിക്കൽ അവർ രണ്ടുപേരും നമുക്ക് കുറച്ച് കാലം കുരങ്ങായിട്ട് പോയാലും എന്നായി. അവർ കുരങ്ങായിട്ടൊക്കെ ഇങ്ങനെ കുറച്ച് കാലം കാട്ടിലൊക്കെ നടന്നു കഴിഞ്ഞപ്പം പാവം പാർവതി ദേവി കുരങ്ങ് ഗർഭിണിയായി. അപ്പോൾ പാർവതി പറഞ്ഞു, ഇല്ല, ഞാനിത് പ്രസവിക്കത്തില്ല, എനിക്ക് ഒരെണ്ണം ഗണപതി ആനയുടെ കൂട്ടിരിക്കുന്ന, നീ അടുത്തൊരു കുരങ്ങെന്ന് പറഞ്ഞൊരു മോനോട് വന്ന് എനിക്ക് ആകെ പക്ഷെ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പം എന്താ, ശിവനും ദേഷ്യപ്പെടും വരാൻ പറ്റുമോ, ഭാര്യയല്ലേ, ശരി നമുക്കൊരു ഐഡിയ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ വായു ഭഗവാനെ വിളിച്ചിട്ട്, പണ്ട് ദേവലോകത്ത് ഒരു അപ്സരസ് ഉണ്ടായിരുന്നു, അവർക്ക് ശാപം കിട്ടി ഈ ഭഗവാന്റെ പുത്രൻ ഉണ്ടാകണമെന്നൊക്കെ അവർ തപസ്സൊക്കെ ചെയ്തൊക്കെയുള്ള ആളാണ്. അവരൊരു കുരങ്ങായിട്ട് അതേ കാട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ ഫീറ്റസ് ട്രാൻസ്പ്ലാന്റേഷനാണ്. ഭഗവതിയിൽ നിന്ന്, നമ്മുടെ പാർവതിയിൽ നിന്നും അത് അഞ്ജനയുടെ ഗർഭത്തിലോട്ട് മാറ്റി. അപ്പോൾ വായു പോകേണ്ടതാണ് വായുപുത്രൻ എന്ന് പറയുന്നത്. അപ്പോൾ ആഞ്ജനേയായ വിദ്മഹേ, ആഞ്ജനേയ എന്ന് പറയുന്നത് അങ്ങനെ പറയും, വായുപുത്രൻ എന്നും നമ്മൾ പറയും. പക്ഷേ ശരിയായിട്ട് അത് ശിവൻ്റെയും പാർവതിയുടെയും പുത്രൻ. അപ്പോൾ അങ്ങനെ ഇവിടെയും ഒരു ഫീറ്റസ് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു. അതായത് ദേവകിയുടെ ഗർഭത്തിൽ നിന്നും ആ ഭ്രൂണം രോഹിണിയുടെ ഗർഭത്തിലോട്ട് മാറ്റി. അപ്പോൾ എന്താണ് ശരിക്കും സംഘർഷണമാണ് ചെയ്തത്, ഒന്നിൽ നിന്ന് മറ്റിലോട്ട് മാറിയത്. അതാണ് ബലരാമൻ, സംഘർഷണം. അത് ഭഗവാന്റെ അവതാരത്തിന് ഭഗവാനെ ഇത് തരാൻ വേണ്ടി ഭഗവാന്റെ ജ്യേഷ്ഠനായിട്ട് ജനിക്കണമെന്ന് പറഞ്ഞ് അനന്തൻ്റെ അംശമായിരുന്നു. അതൊക്കെ കഥകൾ ഒരുപാടുണ്ട്, ഞാൻ അതിൽ പോകുന്നില്ല. ആർക്കെങ്കിലും സാറ് പറഞ്ഞതിൻ്റെ കൂട്ട് വിശദമായിട്ട് കഥകൾ അറിയണമെന്ന് താല്പര്യമുള്ളവർക്ക് എൻ്റെ അടുത്ത് വരാം. വളരെ വിശദമായിട്ട് 4-5 മണിക്കൂർ എടുത്ത് ഞാൻ കഥകൾ പറഞ്ഞു തരാം. ഇവിടെ നമുക്ക് സമയത്തിൻ്റെ റെസ്ട്രിക്ഷൻ ആൾറെഡി നമ്മൾ 5 മിനിറ്റ് മുമ്പോട്ട് പോയി. അങ്ങനെ എന്തുമായാലും അതായി. അങ്ങനെ ഇപ്പോൾ എല്ലാം പോയി കംസൻ ആകെപ്പാടെ വിഷമിച്ചത്, എന്താ ഇത് 6ാമത്തെ ഗർഭം 7ാമത്തെ ഗർഭം അലസി പോയല്ലോ, പോട്ടെ എന്നാലും കുഴപ്പമില്ല, 8ാമത്തെ അല്ലേ നമുക്ക് പ്രശ്നം. അങ്ങനെ 8ാമതും ആയി, ദേവി ഗർഭിണിയായി കഴിഞ്ഞ് പ്രസവിച്ച ഉടനെ നിങ്ങൾക്കറിയാം, ഭഗവാന്റെ മായ കൊണ്ട് ഭഗവാൻ തന്നെ തൻ്റെ ശരിയായ രൂപം കാണിച്ചു കൊടുത്തു. ഈ പ്രസവിക്കുന്ന സമയത്ത്
ലോകം മുഴുവനും മായ കൊണ്ട്, ജഗത്ത് മുഴുവനും മായ കൊണ്ട് മറഞ്ഞു. ഒന്നും ആർക്കും ഓർമ്മയില്ല, എന്താ സംഭവിക്കുന്നതെന്നും ആർക്കും ഒന്നും അറിയത്തില്ല. ഇവർക്ക് പോലും അത് പറഞ്ഞതിന് ശേഷം മറന്നുപോയല്ല. അവർ പോലും ഓർക്കുന്നില്ല ഇങ്ങനെ സംഭവിച്ചത്, കൊണ്ടുപോയി ഞാനാ കൊണ്ടുപോയെന്നൊന്നും വസുദേവർ പോലും ഓർക്കത്തില്ല. അങ്ങനെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ വസുദേവർ ഈ ജനിച്ച കുട്ടിയെ കൊണ്ടുപോയിട്ട് അങ്ങനെ ഗോകുലത്തിൽ കൊണ്ടുപോകുന്നു. ആ സമയത്ത് അവിടെ യശോദ പ്രസവിച്ചു. യശോദ പ്രസവിച്ച പെൺകുട്ടിയാണ്. പക്ഷേ അത് കൂടെ നിന്നവരാരും അറിയുന്നില്ല പെൺകുട്ടിയാണെന്ന്. കാരണം അവരെല്ലാം മായയിൽ പെട്ടു, ഒരു കുട്ടി എന്നുള്ളേ ഉള്ളൂ. ഇപ്പോൾ ഈ വസുദേവർ ആദ്യം കാണാതെ ഈ കുട്ടിയെ അവിടെ വെച്ചിട്ട് ആ കുട്ടിയെ എടുത്തുകൊണ്ട് വന്നിട്ട് ഭഗവാൻ അവിടെ വളർന്നു. വളർന്നിട്ട് ആ കഥകളൊക്കെ നമ്മൾ ഇനിയിപ്പോൾ മുമ്പോട്ട് അങ്ങോട്ട് ഓരോ എപ്പിസോഡിൽ നമുക്കത് പറയാം. എങ്ങനെ തിരിച്ച് ആ ഭഗവാനെ കൊണ്ടുവന്നു, വസുദേവരെ എടുത്ത് ഇവിടെ കൊണ്ടുവന്നു. അവിടെ ഭഗവാൻ ഇങ്ങനെ വളർന്നു വരുന്നു. ഇതിനകത്ത് ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഇവിടെ ഭഗവാന്റെ ചരിത്രം പറയുമ്പോൾ 14 വർഷം ഭഗവാന് ഗോകുലത്തിലായിരുന്നു. അവിടെ ഒരു രസകരമായ ഒരു പൂർവ്വജന്മ ചരിത്രം നമ്മുടെ ഗർഗഭാഗവതത്തിൽ വിശദമായിട്ട് പറയുന്നത്. അത് നല്ല രസമാണ്, എനിക്കത് വായിച്ചപ്പോൾ വളരെ നല്ലതായിട്ട് തോന്നി. ഈ 14 വർഷം പുത്രദുഃഖം അനുഭവിച്ച കൗസല്യയാണ് ത്രേതായുഗത്തിൽ 14 വർഷം പുത്രദുഃഖം അനുഭവിച്ച കൗസല്യയാണ് ദ്വാപരയുഗത്തിൽ യശോദയായി ഭഗവാന്റെ ബാല്യം 14 വർഷം അനുഭവിച്ചത്. അപ്പം അന്ന് കൈകേയി കാരണം നമ്മുടെ കൗസല്യയ്ക്ക് മകനെ 14 വർഷം നഷ്ടപ്പെട്ടു അല്ലേ. ആ നഷ്ടപ്പാട് അത് നികത്താൻ വേണ്ടി ഇതാ നീ യശോദയായിട്ട് ജന്മമെടുത്തു, ആ 14 വർഷം എന്നെ വളർത്തിക്കും, ഭഗവാനല്ലേ ആള്. അങ്ങനെ ആ ഒരു വരം, ആ ഒരു ആഗ്രഹത്തിൻ്റെ തീർക്കാനാണ്. അതിന് കാരണക്കാരിയായ കൈകേയിയോ അതാണ് ദേവകിയായിട്ട് വരുന്നത്. പ്രസവിച്ചു, അപ്പോഴേ മകൻ പോയില്ലേ, പിന്നെ വളർത്താൻ പറ്റുന്നില്ല. അതാണ് അങ്ങനെ എടുത്ത് 14 വർഷം. അതാണ് 14 വർഷത്തിന് ശേഷമാണ് ഭഗവാൻ ദേവകിയെയും വസുദേവരെയും കാണാൻ വരുന്നതെന്നുള്ള കണക്കുണ്ട്. ഈ കണക്ക് ശരിക്കും നോക്കണേ, ത്രേതായുഗത്തിലെ കർമ്മഫലം അനുഭവിക്കുന്നത് ദ്വാപരയുഗത്തിലാണ്. അപ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കണം, ഏത് കർമ്മങ്ങൾ ഈ അടുത്ത ജന്മം കിട്ടുമെന്നൊന്നും വിചാരിക്കേണ്ട. ചിലപ്പോൾ യുഗങ്ങൾ കഴിഞ്ഞ് 1000 ജന്മങ്ങൾ, അതുകൊണ്ട് എത്ര കഴിയുന്നത് നല്ല കാര്യങ്ങൾ മാത്രമൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അല്ല എത്രയോ ജന്മങ്ങൾ, അല്ല എത്രയോ യുഗങ്ങൾ നമ്മളെ ഈ കർമ്മഫലം നമ്മളെ ഫോളോ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ ശരിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ വസുദേവരും ദേവകിയും എന്ന് പറയുന്നത് പണ്ട് വാമനാവതാര കാലത്ത് അതിഥിയുടെയും കശ്യപൻ്റെയും പുത്രനായിട്ടാണ് ഭഗവാൻ ജനിച്ചത്. അന്ന് ഭഗവാനെ വളർത്താൻ അവർക്ക് സാധിച്ചില്ല. അങ്ങനെ അതുണ്ട്. അതുകൊണ്ടാണ് ഈ 14 വർഷം ദുഃഖം കഴിഞ്ഞാലും പിന്നീട് എന്നും ഭഗവാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരാണ് ഈ കശ്യപനും അതിഥിയുമാണ്. അവരുടെ അവതാരമാണ് ദേവികയും വസുദേവരും എന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ അവതാരത്തോടു കൂടി നമുക്കിവിടെ നിർത്താം. വീണ്ടും നമുക്ക് അടുത്ത പ്രാവശ്യം ഓരോരോ അസുരന്മാരും അതും ഇതും ഓരോ കാര്യങ്ങളായിട്ട് പോകാം. അപ്പോൾ ഇന്ന് നമ്മുടെ സമയം 5 മിനിറ്റ് അതിക്രമിച്ചു. ഇനി ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഒരു ഇത് ഒരു കാര്യം കൂടെ പറയാം, അത് പറഞ്ഞില്ലെങ്കിൽ അത് മോശം. അപ്പോൾ അവിടുന്ന് 8ാമത്തെ ആ പെൺകുട്ടിയെ കൊണ്ടുവന്നില്ലേ, ഇതിനെ കൊല്ലാനായിട്ട് കംസൻ എടുത്തപ്പോൾ അത് കയ്യിൽ നിന്ന് വഴുതിപ്പോയി, മേളിൽ പോയി. ആ പോകുമ്പോൾ ഒരു അശരീരി പറയും, കംസ നിന്നെ കൊല്ലാൻ ആളിവിടെ ജനിച്ചിട്ടുണ്ട്. അപ്പോഴേ കംസൻ ആകെ ടെൻഷനാവും. അതാണ് വീണ്ടും കുട്ടികളെ കൊല്ലാനുള്ള പ്ലാനൊക്കെ ചെയ്യുന്നത്. അടുത്ത നമ്മുടെ ഭാഗം ക്ഷേത്രത്തെക്കുറിച്ചാണ്. അപ്പോൾ ഓരോ പ്രാവശ്യവും നമുക്ക് വിശേഷപ്പെട്ട ക്ഷേത്രങ്ങളെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ഈ പ്രാവശ്യം നമ്മൾ പറയുന്നത് മൂക്കുതല ഭഗവതി ക്ഷേത്രം. മൂക്കുതല ഭഗവതി ക്ഷേത്രം ഇത് ഏതാണ്ട് ഇവിടെ നിന്ന് നമ്മുടെ അനന്തേന്നൊരു 80 കിലോമീറ്റർ ദൂരമുണ്ട്. ഗുരുവായൂർ കോഴിക്കോട് റൂട്ടിൽ ചങ്ങരംകുളം എന്ന സ്ഥലത്ത് നിന്നൊരു 3 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോയി അവിടെ സ്ഥിതി ചെയ്യുന്നതാണ്. മുക്കോലക്കാവ് എന്നാണ് ഈ സ്ഥലത്തിന് പറയുന്നത്. മൂക്കുതല എന്ന് പറയുന്നത് മുക്കോലക്കാവ്, കാവാണ്, നല്ല വലിയൊരു 7 ഏക്കർ സ്ഥലത്തുള്ള ഒരു കാവാണ്. ഇത് 3 കവലകൾ, തെക്കുമുറി, വടക്കുമുറി, കാഞ്ഞിയൂർ ചേർന്നൊരു സന്ധിയാണ്. അതുകൊണ്ടായിരിക്കണം ഈ മുക്കവല എന്നുള്ളത് മൂക്കോല എന്ന് വന്നൊരു നാമം ഉണ്ടായിരുന്നു. ഇനി ഈ ഒരു 7 ഏക്കർ സ്ഥലത്ത് വലിയ നിബിഡമായ വനം പോലത്തെ വളരെ മരങ്ങളുമൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ടായി. AD 800 അതായത് നമ്മുടെ ശങ്കരാചാര്യർ, നമ്മുടെ ആദി ശങ്കരാചാര്യർ എന്ന് പറയാൻ പറ്റത്തില്ല, ബാലശങ്കരൻ എന്നേ പറയാൻ പറ്റും. അന്ന് 10 വയസ്സോ 12 വയസ്സേ ഉള്ളൂ. ഇദ്ദേഹം ദേശാടനത്തിന് ഇറങ്ങിയിട്ട് പല സ്ഥലങ്ങളും ഇങ്ങനെ പോയി വന്നിട്ട് ഈ സ്ഥലത്ത് വന്ന് അവിടെ കൂടെ കുറേ ശിഷ്യന്മാരും അവരും ഇവരൊക്കെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ആളുകളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് വളരെ വലിയ ഇതാണ് ശങ്കരാചാര്യർ വന്നത്. ആ സ്ഥലം ഞാൻ വീണ്ടും പറയാം. ഒരു വലിയ ജ്യോതിഷ് കണ്ടു. ഇത് ഭയങ്കരം, ആകാശ താഴെ നിന്ന് മേളി വരെ വലിയ ജ്യോതി. ഇതെന്താണ്? ഇത് ഏതോ ഒരു വലിയ ഈശ്വരശക്തിയാണെന്ന് മനസ്സിലാക്കി.
അദ്ദേഹം അടുത്ത് കണ്ട ഒരു പാറയിൽ കയറിയിരുന്നു. അതാണ് നമ്മളിപ്പോൾ ആ കണ്ട പാറ. അത് ഇവിടെയാണ് അദ്ദേഹം ഇരുന്നിട്ട് അദ്ദേഹം ധ്യാനനിരതനായിട്ട് ഇങ്ങനെ ധ്യാനിച്ചു. അപ്പോൾ എന്തായിരിക്കും ശക്തി? അപ്പോൾ ആദ്യം എന്ത് ചെയ്തു? അപ്പോൾ ഇദ്ദേഹം ദുർഗാഭഗവതി എഴുതണം. അപ്പം ദുർഗയെ അങ്ങോട്ട് ധ്യാനിച്ച് ആവാഹിച്ചു. ആ ശക്തി അങ്ങോട്ട് ആവാഹിച്ച് മുമ്പേ ദുർഗ പ്രത്യക്ഷമായി. അതും ചതുർഭുജ രൂപത്തിലാണ്. ശംഖചക്ര വരദാഭയ കടിഹസ്ത രൂപം. അതായത് രണ്ട് കയ്യിൽ ശംഖും ചക്രവും, അടുത്ത വരദാഭയവും, ഇടത്തെ കൈ കടിപ്രദേശം. അങ്ങനെയാണ് ഭഗവതിയുടെ രൂപം. അങ്ങനെ ഈ ദുർഗാ ഭഗവതി പ്രത്യക്ഷം. അപ്പോൾ ഭഗവതിയെ ആവാഹിച്ച് പ്രത്യക്ഷമായി സന്തോഷമായിട്ട് അവിടെ എന്ത് ചെയ്തു? കൂടുള്ള ആൾക്കാരെല്ലാം പറഞ്ഞു. അവിടെ താഴെ ഇത് മൂലസ്ഥാനം തൊട്ട് കീഴേക്കാവെന്ന് പറയുന്ന സ്ഥലത്ത് പ്രതിഷ്ഠിച്ചു. അവിടെ കൊണ്ട് പിന്നീടാണ് ഈ അമ്പലമൊക്കെ ഉണ്ടായത്. അപ്പോൾ കൂടുതലുള്ളതെല്ലാം കൊണ്ടുപോയി അവിടെ പ്രതിഷ്ഠിച്ചു. അപ്പോൾ അദ്ദേഹമാണ് അങ്ങനെ ആദ്യമായിട്ട് ദേവീ പ്രതിഷ്ഠ നമ്മൾ ചെയ്യുന്ന സ്ഥലമാണ്. ശങ്കരാചാര്യ ചെയ്യുന്ന സ്ഥലമാണിത്. വളരെ വിശേഷപ്പെട്ട സ്ഥലമാണ്. ഓരോന്ന് കേൾക്കുമ്പോഴും നിങ്ങളത് അതിൻ്റെ പ്രത്യേകത കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇത് മലപ്പുറം ഡിസ്ട്രിക്റ്റ് ചങ്ങരംകുളം. ഇവിടുന്ന് 80 കിലോമീറ്റർ ഉണ്ട്. ഞാനൊരു 6-7 പ്രാവശ്യം പോയിട്ടുണ്ട്. ഇതിന് രസകരമായ പല കാര്യങ്ങളും. അപ്പോൾ ഇവിടെ പ്രതിഷ്ഠിച്ചു. പിന്നീട് മാനവേദ രാജാവൊക്കെയാണ് ഈ അമ്പലമൊക്കെ ആക്കിയത്. ഇത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം വന്നു, അതേ സ്ഥാനത്തിരുന്നു, ധ്യാനിച്ച് നോക്കിയപ്പോൾ ആ ശക്തി അതേപോലെ അവിടെ നിൽക്കുന്നുണ്ട്. ഇതെന്താ ഇത്? ഒട്ടും കുറവില്ലല്ലോ, ഞാൻ ആവാഹിച്ചെടുത്താണല്ലോ. അപ്പോൾ വിചാരിച്ചു ഇത് ഭദ്രകാളിയാണ്, ഉഗ്രരൂപിണിയായ ഭദ്രകാളിയാണ്. അങ്ങനെ ഉഗ്രരൂപിണിയായ ഭദ്രകാളിയുടെ രൂപത്തിൽ അങ്ങോട്ട് ധ്യാനിച്ച് അങ്ങോട്ട് ആവാഹിച്ചു. ഇതാ വരുന്ന സിംഹത്തിൻ്റെ പുറത്ത് ഭദ്രകാളി, ഒരു കുഴപ്പമില്ല. അതിനെ അങ്ങോട്ട് വന്നു. അപ്പോൾ അത് കുറച്ച് മുമ്പോട്ട് മാറി കണ്ണേങ്കാവെന്ന് പറയുന്ന അമ്പലത്തിൽ അവിടെ സ്ഥലത്ത് പ്രതിഷ്ഠിച്ചു. വീണ്ടും ഇപ്പോൾ അവിടെ ക്ഷേത്രമൊക്കെ ഉണ്ട്. ആദ്യം അതൊന്നും ഇല്ലായിരുന്നു. അവിടെ പ്രതിഷ്ഠിച്ചു കണ്ണേങ്കാവ്. അവിടെ പ്രതിഷ്ഠിച്ച് കഴിഞ്ഞ് അദ്ദേഹം അതിനടുത്ത് നമുക്ക് കാണാവുന്ന ദൂരമേ ഉള്ളൂ. ഇവിടുന്ന് നമ്മുടെ അഡ്മിൻ ബിൽഡിംഗ് പോയി അത്രയും ദൂരമേ ഉള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും അവിടെ വന്നിരുന്നു, ധ്യാനിച്ചു. നോക്കിയപ്പോൾ ആ ശക്തിക്ക് ഒരു കുറവുമില്ല, അതുപോലുണ്ട്. അപ്പോൾ വിചാരിച്ചിട്ട് എൻ്റെ സംഗതി തെറ്റിപ്പോയല്ലോ, ഞാൻ ശാക്തേയ രൂപത്തിലാണ്, ഇതെന്തുവായാലും വൈഷ്ണവമായിരിക്കും, അല്ല ശൈവമായിരിക്കും, നമുക്ക് ശിവനായിട്ട് വിളിക്കാമെന്ന് വെച്ചാൽ ആദ്യമായിട്ട് അങ്ങോട്ട് ഭഗവാന്റെ ഉഗ്രരൂപത്തിൽ അങ്ങോട്ട് ധ്യാനിച്ചു, പ്രാർത്ഥിച്ചു, ആവാഹിച്ചു. ഇതാ ശിവൻ പ്രത്യക്ഷമായി. അതും നമ്മുടെ ഭഗവാന്റെ ഉഗ്രരൂപമുണ്ട്. ഈ നടരാജനായിട്ട് ഡാൻസ് ചെയ്ത ആ രൂപത്തിലാണ് രക്തേശ്വരൻ എന്നുള്ളത്. ദക്ഷയാഗത്തിലെ ആ രൂപത്തിൽ അപ്രത്യക്ഷമായി. അപ്പോൾ അതിനു മുമ്പായിട്ട് ആവാഹിച്ചതാണ് ഇത് മഹാവിഷ്ണു മൂർത്തിയാണെന്ന് പറഞ്ഞിട്ടാണ് നരസിംഹമായിട്ട്, വലിയ ശക്തിയാണ്. ആ നരസിംഹമായിട്ടും പ്രത്യക്ഷമായി. അതിനെ ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ചു. ഇത് കഴിഞ്ഞ് വന്നപ്പോഴും ദാ കിടക്കുന്നു അതുപോലെ. അപ്പോൾ വിചാരിച്ചു ഇത് ശൈവ വൈഷ്ണവ സംയുക്തമാണോ? അങ്ങനെ അങ്ങോട്ട് ആവാഹിച്ചു. അങ്ങനെ ശാസ്താവായിട്ടാണ് ആവാഹിച്ചു. ദാ പ്രത്യക്ഷമായി ശാസ്താവ്. അതും പ്രതിഷ്ഠിച്ചു. തിരിച്ചു വന്നപ്പോഴും ഒരു കുറവുമില്ല, ചൈതന്യം അതുപോലുണ്ട്. ചോദിച്ചു ഭഗവാൻ ഇതെന്താ ചെയ്യും? അദ്ദേഹം ക്ഷമ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, അറിവില്ലായ്മ കൊണ്ട്, എൻ്റെ അഹങ്കാരം കൊണ്ട് ഞാനിങ്ങനെ പല രൂപത്തിൽ ആവാഹിച്ചാണ്. അതെല്ലാം അവിടുന്ന് അതേ രീതിയിൽ വരികയും ചെയ്തു. എനിക്ക് മനസ്സിലാകുന്നില്ല, ക്ഷമിക്കണം, എനിക്ക് ഇത് തരണം, രക്ഷ തരണം എന്ന് പറഞ്ഞപ്പം ഭഗവതിക്ക് സന്തോഷമായി. അപ്പോൾ ഭഗവതി പറഞ്ഞു, ഞാനാണ് ആദിപരാശക്തി. യദ്ഭാവേന സ്മരേതി തദ്ഭാവേന ദൃശ്യന്തി. നീ എന്നെ ഏതു ഭാവത്തിൽ സ്മരിച്ചാൽ ആ ഭാവത്തിൽ ഞാൻ നിന്നെ കൊണ്ടുവരും. അതാണ്. അപ്പോൾ ചോദിച്ചു, ശങ്കര എന്തു വേണം എന്നായിരുന്നു അടുത്ത ചോദ്യം. ശങ്കര എന്തു വേണമെന്ന്. അപ്പോൾ ശങ്കരൻ പറഞ്ഞത് നല്ല രസകരമായിട്ടുള്ള ഒരു ഇതാണ്. ശങ്കരൻ പറഞ്ഞു, ഇവിടെ വേണ്ടത് വിദ്യയും കലയും. ഇവിടെ വരുന്നവർക്കൊക്കെ വിദ്യയും കലയും. അപ്പോൾ അവിടെ പോയിട്ട് കുട്ടികൾ വരുന്നുണ്ട്, എല്ലാ കലാകാരന്മാരും ഒക്കെ അവിടെ പോയിട്ട് നവരാത്രിയിലൊക്കെ ഇരിക്കാറുണ്ട്. അവിടെ പോയാൽ കല ഉറപ്പാണ്, വിദ്യ ഉറപ്പാണ്. പിന്നീട് പറഞ്ഞു, ആവശ്യപ്പെട്ടാൽ സന്താനവും സമ്പത്തും കൊടുക്കണം. അത് ആരെങ്കിലും ഒന്ന് ചോദിച്ചാലേ കൊടുക്കാവൂ. അല്ലാതെ നമ്മളവിടെ പോയി തൊഴിലാൽ തന്നെ നമുക്ക് വിദ്യയും കലയും കിട്ടും. വെറുതെ ഒന്നും ചോദിക്കണ്ട, അത് ഫ്രീയാണ്. മറ്റേ ചോദിക്കണം, സന്താനവും സമ്പത്തും. അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ കണ്ട ആ മൂലസ്ഥാനത്ത്. ആ മൂലസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3 സൈഡിങ്ങനെ അടച്ചിട്ടേ ഉള്ളൂ. ഇപ്പം ഒരു കോൽ 3 കോൽ നീളത്തിൽ മേളിലൊരു ചെമ്പ് തകട്, അതും ഒരു മാനവേദ രാജായിട്ടാണ്. മേൽക്കൂരയില്ല. അവിടെ ഒരു കല്ലിലാണ്, വെറും കല്ലാണ്. ആ കല്ലിൻ്റെ ഭാഗത്താണ് ഇത് കണ്ടത്. നമ്മുടെ വെട്ടുകല്ലിൻ്റെ ഇതാണ്. അപ്പോൾ പിന്നെന്ത് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള അത് പൂജയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേകമായ ഒരു വിഗ്രഹം ഉണ്ടാക്കി അതിൻ്റെ മുമ്പിൽ വെച്ചു. അവിടെ കുറേ പ്രാധാന്യങ്ങളുണ്ട്, അത് ഞാൻ പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചിട്ടില്ല. ആ നമ്മൾ കണ്ട ആ മൂലസ്ഥാനം വേണമെങ്കിൽ ഒന്നുകൂടെയും കാണിച്ചു തരാം. ആ മൂലസ്ഥാനത്തിൻ്റെ അടുത്ത് അതിന് തൊട്ട് മുമ്പിലായിട്ട് ഒരു വിഗ്രഹം വെച്ചു. ആ
ആ വിഗ്രഹത്തിൽ പ്രതിഷ്ഠയായിട്ടില്ല വെച്ചിരിക്കുകയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഉപദേവന്മാരാരുമില്ല, വേറെ ഒരു ദൈവങ്ങളും അവിടെയില്ല. ഭഗവതി ആദിപരാശക്തി മാത്രമാണ്. ബലിക്കല്ലുകളൊന്നുമില്ല, ഒറ്റ ബലിക്കല്ലുമില്ല. അവിടെ ശിവേലിയില്ല, ശിവേലിയും ഒന്നുമില്ല. മണിയടിച്ച് പൂജയില്ല. മണിയടിച്ച് പൂജ തന്ത്രി പൂജ ഉള്ള ഒരേ ഒരു ദിവസം വർഷത്തിൽ ഒരിക്കലുണ്ട്. തന്ത്രി മാത്രമേ മണിയടിച്ച് പൂജിക്കൂ. വേറെ നിത്യപൂജയിലൊന്നും മണിയടിക്കുന്നില്ല. വെളിയിലോട്ട് എഴുന്നള്ളത്തുകളൊന്നുമില്ല, പ്രത്യേകിച്ച് ആന എഴുന്നള്ളത്ത്. കണ്ണൻകാവിൽ നിന്നൊക്കെ എഴുന്നള്ളത്ത് വന്നു കഴിഞ്ഞാൽ ആനയെ നേരിട്ട് പോലും നിർത്തത്തില്ല, ഭഗവതി കാണാൻ പോലും നിൽക്കത്തില്ല, മാറ്റി നിർത്തത്തേ ഉള്ളൂ. എന്നിട്ട് ആ ഭഗവതിയെ ഇങ്ങോട്ട് കൊണ്ടുവരും. അങ്ങനെ അല്ല, ആന പോലും ഇല്ല, ഒന്നും എഴുന്നള്ളത്തില്ല. വാദ്യങ്ങളൊന്നുമില്ല, ചെണ്ട, മേള, ചെങ്ങല ഒന്നുമില്ല. ആകെയുള്ള ഇടയ്ക്കാണ്. പുണ്യാഹമില്ല. അവിടെ എന്തെങ്കിലും അശുദ്ധി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗുരുവായൂരൊക്കെ ഉടനെ പുണ്യാഹം, അതായത് എല്ലാം ക്ലോസ് ചെയ്യും. ഇവിടെ അതൊന്നുമില്ല. എന്തെങ്കിലും അശുദ്ധി വന്നു കഴിഞ്ഞാൽ ഒരു കുടം വെള്ളം എടുത്തിട്ട് ഭഗവതിയെ ആ പൂവും മാലയും മാറ്റിയിട്ട് ഒരു അഭിഷേകം ചെയ്യും. അതോടുകൂടി അത് കഴിഞ്ഞു. കലശങ്ങളില്ല, നവീകരണ കലശമോ കലശങ്ങളൊന്നുമില്ല. ഇനി രാവിലെയും വൈകിട്ടും 4 നേരവും ഈ നിവേദ്യം ഉണ്ടെങ്കിലും രാവിലെയും വൈകിട്ടും മലർ നിവേദ്യം അത്യാവശ്യമാണ്. ഈ മലർ നിവേദ്യത്തിൻ്റെ പ്രത്യേകത ഉണ്ട്. ആ മലർ അന്നുണ്ടാക്കണം. തലേദിവസം ഉണ്ടാക്കിയ മലരെടുക്കാൻ പാടില്ല. ആ മലർ നിവേദ്യത്തിൻ്റെ അന്നന്ന് ഉണ്ടാക്കണം എന്നുള്ളതാണ്. ഇനി അതും മാത്രമല്ല, ഇവിടെ എന്ത് നേദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോയൊരു വഴിപാട് കഴിച്ചൊരു പായസം ചെയ്തു, അവിടെ എന്ത് നേദിച്ചു കഴിഞ്ഞാലും ഉച്ചക്കത്തെ ആരും രാവിലെ 3 നിവേദ്യമുണ്ട്, വൈകിട്ട് വരണം, അങ്ങനെയാണ് 4 നിവേദ്യമാണ്. എന്ത് ചെയ്താലും ഭഗവതിക്ക് നിവേദ്യത്തിന് ശേഷം ഇത് മുൻവശത്തെ ആ തൃപ്പടിയിൽ കൊണ്ടുവച്ചിട്ട് കണ്ണൻകാവിൽ അമ്മയ്ക്ക് നേദിക്കും. ഇവിടെ വെച്ച് അവിടെ പോകത്തില്ല, ഇവിടെ വെച്ച് തന്നെ ഈ തിരുമേനി അങ്ങോട്ട് നേദിക്കും. ഇനി നേദിക്കുന്നത് നമ്മളൊക്കെ ഒരു പ്രാണാഹൂതി മാത്രമേ ഉള്ളൂ. പ്രാണായ സ്വഹ വാനായ സ്വഹ എന്ന് പറഞ്ഞ് ഈ നിവേദ്യമുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, 2 എണ്ണമുണ്ട്, 2 പ്രാണാഹൂതിയുണ്ട്. ആദ്യത്തേത് ഭഗവാന് ഈ പ്രസാദം കൊടുക്കുന്നതായിട്ട്, അല്ല അന്നം കൊടുക്കുന്നതായിട്ട് നിവേദ്യമായിട്ട്. രണ്ടാമത്തേത് രസസമർപ്പണം എന്ന് പറയും. അങ്ങനെ അനേകം സ്പെഷ്യാലിറ്റി ഉള്ളൊരു ക്ഷേത്രമാണ്. നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരാൻ തോന്നത്തില്ല. അവിടെ പോയിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ചാർജാവും. ഇനി അതിൻ്റെ കുറച്ചുകൂടി ചരിത്രങ്ങൾ പറഞ്ഞുതരാം. നമുക്ക് ഏതാണ്ട് കുറച്ച് സമയം കൂടെ ഉണ്ട്. അതായത് ഒരിക്കലും ഒരു പ്രായമായ പൂജാരി, അദ്ദേഹം തീരെ വയ്യ. ഇപ്പോൾ താഴെ കീഴേക്കാവിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് വേണം ഇവിടെ പൂജ ചെയ്യാൻ. ഇപ്പോൾ രാത്രിയാ, നല്ല ഇരുട്ടും കാവല്ലേ. അപ്പോൾ ഇത് കണ്ട് ഭഗവതിക്ക് തന്നെ വിഷമം തോന്നി, ഒരു കിണർ കുത്തിക്കൊള്ളണം. അപ്പോൾ രാത്രിക്ക് രാത്രി ദേവിയുടെ ഭൂതങ്ങളെല്ലാം കൂടെ ചേർന്നതായി ഈ ഒരു കിണറാണ് കുത്തി, വലിയൊരു കിണറാണ്. എന്നും അതിനകത്ത് വെള്ളമുണ്ട്, ഒരു കുറവില്ല, വലിയൊരു കിണർ കുത്തി. വ്യത്യാസം ഇനിയുമോ ഈ ഭൂതങ്ങളെ പിറ്റേന്ന് ആൾക്കാർ നോക്കും. ഇപ്പോൾ ആൾക്കാർക്ക് അതിശയം, ഈ മണ്ണൊക്കെ എവിടെ പോയി? അവിടെ ഒന്നും കാണുന്നില്ലല്ലോ, ഇത്രയും മണ്ണ് വരില്ലേ. അതെവിടെ? അവിടെ നിന്ന് 3-4 കിലോമീറ്റർ ദൂരെ മാറിയ ഒരു പാടത്ത്, പൊന്താവൂർ കൊറ്റന്തറ എന്ന് പറഞ്ഞുണ്ടോ, ഒരു പാടമായിരുന്നു. പാടത്തിന് നടുക്ക് ആ മണ്ണ് കൊണ്ടു നിക്ഷേപിച്ചു. ഇത് ഭഗവതിയുടെ ആ കിങ്കരന്മാരുടെ ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരെണ്ണം പഠിക്കും. അടുത്ത ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മരമാണ്, വഴ മരം എന്നാണ് എൻ്റെ പേര്, വഴ. ഈ വഴമരത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 10,000 അടി ഉയരത്തിൽ മാത്രമേ, ഭൂമിയിൽ നിന്ന് സീ ലെവലിൽ നിന്ന് 10,000 അടി ഉയരത്തിലും ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അയൺ ധാതു ഉള്ള സ്ഥലത്ത് മാത്രമേ വരൂ. അത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയത്തിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് വളരുന്നത് ഈ ക്ഷേത്രത്തിനകത്ത്. ഈ ക്ഷേത്ര കോമ്പൗണ്ടിൽ 7 ഏക്കർ സ്ഥലമുണ്ട്. ഈ 7 ഏക്കർ സ്ഥലത്താണ് ഇത് വളരുന്നത്. ആ ക്ഷേത്ര കോമ്പൗണ്ടിൻ്റെ വെളിയിൽ ആരുടെ വീട്ടിലോ റോഡിലോ എങ്ങും ഇത് കിളിർക്കത്തില്ല, ഇതിനകത്ത് മാത്രം. അപ്പോൾ ഇത് ഭഗവതിയുടെ ഒരു അനുഗ്രഹം കൊണ്ടുണ്ടായതെന്നാണ് സങ്കല്പം. അതായത് ഇലകളൊക്കെ ഇങ്ങനെ വീണ് കിടക്കും. ഈ ഇലകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടില്ല, വലിയ ആൾക്കാരൊക്കെ ദൂരയാത്രയൊക്കെ യാത്രയിലൊക്കെ പോകുമ്പം പേടി കിട്ടാതിരിക്കാനും ഈ നെഗറ്റീവ് ഫോഴ്സസ് ഒന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് ദേവി മഹാത്മ്യമൊക്കെ കൈപിടിക്കും, വീടുകളിലൊക്കെ വെക്കും. കുട്ടികൾക്ക് വല്ല ദോഷമുണ്ട് ഒഴിഞ്ഞിരും. അപ്പോൾ ഇതിൻ്റെ താഴെ വീട് ഈ കിടക്കുന്ന ഇലകൾ, ഈ ഇലകൾ പറിക്കാൻ പാടില്ല, പൊട്ടിക്കാൻ പാടില്ല. താഴെ വീഴുന്ന ഇലകൾ പറക്കി ആൾക്കാർ വീട്ടിൽ കൊണ്ടുപോകും. അതിരുന്ന് കഴിഞ്ഞാൽ അവിടെ യാതൊരു നെഗറ്റീവ് ഫോഴ്സസും ഒന്നും ഉണ്ടാകത്തില്ല എന്നാണ് വിശ്വാസം. അങ്ങനെ ഒരു ചരിത്രമുണ്ട്. അത് അവിടെ പോയിട്ട് പലരും ചെയ്യും. ഇവിടെ മാത്രമേ ഉള്ളൂ ആ ഇല. ആ ഇല വേണമെങ്കിൽ ആർക്കെങ്കിലും കാണണമെങ്കിൽ ഞാൻ കാണിക്കാം, എൻ്റെ കയ്യിലുണ്ട്. ഈ ഇലയുണ്ട്, ഇതാണ് ആ വഴ ഇലയാണത്. അത് വെക്കാം, നല്ല ഇതാണ്. ഇനി വേറൊരു സാധനമുള്ളത് മുക്കോലക്കല്ല്. മുക്കോലക്കല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ ഭഗവതിയുടെ വെട്ടുകല്ലാണ് മൂലസ്ഥാനം. അതിന് മുമ്പിലൊരു വിഗ്രഹം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് പഞ്ചലോഹ വിഗ്രഹമൊക്കെ ആക്കി. ആദ്യം കല്ലായിരുന്നു. അപ്പോൾ ഈ വെട്ടുകല്ലിൻ്റെ താഴെ, അപ്പോൾ അതിൽ അഭിഷേകമൊന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ, ഈ താഴെ ഒരു ചെറിയൊരു കുഴി വെച്ചിട്ടുണ്ട്. എൻ്റെ അതൊക്കെ വീടാണെങ്കിലും ഇതൊരു പലക വെച്ച് അടച്ചു. അപ്പോൾ രാവിലെ തിരുമേനി പോയി നട തുറക്ക്
ഈ പഴയ നിർമ്മാല്യമൊക്കെ മാറ്റി കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയ കല്ല് കിട്ടും. ഇത് കണ്ടില്ലേ, ഒരു 2 മില്ലിമീറ്റർ 3 മില്ലിമീറ്ററേ ഉള്ളൂ. അതാണ് ഞാൻ ആ സ്കെയിലൂടെ വെച്ച് ഫോട്ടോ എടുത്തത്. നിങ്ങൾക്ക് മനസ്സിലാവണം, ആ 2-3 ചെറിയൊരു കല്ല്. ഈ കല്ല് നമ്മൾ പേടി കിട്ടാതിരിക്കാനായിട്ടും ദോഷങ്ങളുണ്ടാകാതിരിക്കണം, ബാധാപദ്രവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ ഏലസ് കെട്ടി ധരിക്കും, അല്ല അങ്ങനെ പല വിധത്തിൽ ആൾക്കാർ ധരിക്കാറുണ്ട്. പക്ഷേ ഇത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബുക്ക് ചെയ്താൽ ഒരു 6 വർഷമോ 7 വർഷമോ കഴിഞ്ഞേ കിട്ടും. അത് ഞാനിത് ബുക്ക് ചെയ്ത് വാങ്ങിക്കുന്നത് എങ്ങാണ്ട് 2008-ലോ 2009-ലോ എങ്ങാണ്ടായിരുന്നു. അന്നേരം എനിക്ക് 200 രൂപ എങ്ങാണ്ട് ഉള്ളായിരുന്നു. ഇപ്പോൾ വിലയും കൂടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ 6 വർഷം 7 വർഷമാണ് ഇതിൻ്റെ ബുക്കിംഗ്. അങ്ങനെ മുക്കോലക്കല്ലെന്ന് ഇത് രണ്ടും കാണാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ വന്നാൽ മതി, ഞാൻ കാണിക്കാം, നിങ്ങൾക്ക് അത് സ്പർശിക്കാം, അങ്ങനെയുള്ള ഇതൊക്കെ ഞാൻ ചെയ്തു തരാം. ഇനി വേറൊരു രസകരമായ കഥ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോഴേ നമ്മൾ വിട്ടുപോകാൻ പറ്റില്ല. മേൽപ്പത്തൂർ നാരായണ ഭട്ടൻ, നിങ്ങൾക്കെല്ലാം അറിയാം, നാരായണീയമൊക്കെ എഴുതിയ ആളാണ് അദ്ദേഹം എല്ലായി. അപ്പം നമ്മുടെ പൂന്താനം വന്നിട്ട് ഇത് എഴുതിയിട്ട് ജ്ഞാനപ്പാനൊക്കെ എഴുതിയൊന്ന് തെറ്റിദ്ധരുത്തണം എന്നൊക്കെ പറഞ്ഞ സമയത്തൊക്കെ ഇല്ല എന്ന് പറഞ്ഞാൽ ആ ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാം. ഞാൻ പറയുന്നത് വളരെ റൂഡായിട്ടൊക്കെ പെരുമാറി. അപ്പോഴേ ഭഗവാൻ തന്നെ പറഞ്ഞു, അതായത് ഭട്ടതിരിയുടെ ഭക്തിയേക്കാൾ മറ്റേയാളുടെ വിഭക്തിയായ എനിക്കിഷ്ടം എന്നൊക്കെ അശരീരമൊക്കെ ഉണ്ട്. അത് പോട്ടെ. ഇതെല്ലാം കഴിഞ്ഞ് പ്രായമായി കഴിയുമ്പോൾ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി പല ക്ഷേത്രങ്ങളിലൊക്കെ പോയി. മുക്തിയാണ്, അവസാനമായി പോകാറായി. അപ്പോൾ മുക്തി കിട്ടുമോ ഇല്ലെന്നുള്ളൊരു സംശയം. അങ്ങനെ അവസാനം ഭഗവാന്റെ അടുത്ത് നിന്ന് ഗുരുവായൂർ വന്നു. ഗുരുവായൂർ പിന്നെ ഭഗവാനെ ഞാൻ എന്താ ചെയ്യുന്നത്, എനിക്കറിയില്ല, ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നീ മുക്തേശ്വരിയെ പോയി ഭജിക്കുക. മുക്തേശ്വരി എന്ന് പറയും. മുക്തേശ്വരിയെ പോയി ഭജിച്ചു കഴിഞ്ഞാൽ അവിടെ നിനക്ക് മുക്തി കിട്ടുന്നു. അങ്ങനെ മുക്കോലക്കാവ് വരും. ഈ മുക്കോലക്കാവ് എന്ന് പറയുമ്പോൾ മൂക്കുതലയിൽ വരുന്നുണ്ട്. അത് വേറെ ചരിത്രം, അത് ഞാൻ പറഞ്ഞുതരാം, ലാസ്റ്റ് പറയാതെ. ഇത് കഴിഞ്ഞാൽ അടുത്തൊരു സ്ലൈഡ് വരും. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നു. ഇന്ന് കുറേ കാലം അവിടെ ഭജന വരുന്നു. ഭജന വരുന്നു കഴിഞ്ഞിട്ട് അദ്ദേഹം 70 ശ്ലോകങ്ങളടങ്ങുന്ന ശ്രീപാദ സപ്തതി എന്ന് പറഞ്ഞൊരു ഇത് രചിച്ചു. അതെന്നും അവിടെ ചൊല്ലും പാടുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം കുറേ കാലമായി അങ്ങനെ ഒരു ദിവസം താഴെ കീഴേക്കാവിലോട്ട് പോകുന്ന സമയത്ത് അവിടെ ഒരു ചെറിയൊരു ആലുണ്ടായിരുന്നു, ഒരു ആൽത്തറ പോലെ. അവിടെ പോകാൻ വയ്യ. ആദ്യമായിട്ടാണ് ഭട്ടതിരി വയ്യ എന്ന് പറയുന്നത്. അവിടെ നിന്നിട്ട് ആ ആലിൻ്റെ അവിടോട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് പോകാൻ സമയമായി. അപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ടുപോകാനായിട്ട് ആകാശത്തു നിന്നും ഭഗവാന്റെ ദൂതരെല്ലാം വന്നു. അവർ രഥവുമായിട്ട് വന്നു. ഉടലോടെ സ്വർഗത്ത് പോയെന്നും ചിലർ പറയുന്നുണ്ട്. പൂന്താനമേ പോയിട്ടുള്ളൂ, അല്ല മേൽപ്പത്ത്, അത് പോട്ടെ, എന്തായാലും അവർ കൊണ്ടുപോകാൻ വന്നു. അപ്പം ഭട്ടതിരി സമയമായി. അദ്ദേഹം ശരീരം അവിടെ ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം പോവുകയാണ്. എന്നാൽ ആ സമയത്ത് കീഴേക്കാവ് അമ്പലത്തിലോട്ട് കയറുന്നിടത്ത് ഒരു ചെറിയ വാതിൽ പോലുണ്ട്. ഒരു തൂണൊക്കെ ഒരു കല്ല് കെട്ടിയ ഇതാണ് ഈ ആനപ്പള്ള മതിലെന്ന് പറയുന്നത്. അപ്പോൾ ആ മതിലെ പിടിച്ചുകൊണ്ട് ഒരു അന്തർജനം നോക്കുന്നുണ്ടായിരുന്നു. അവരിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴവരും വീണു. അവരുടെ കൂടെ അവരുടെ പരിചാരിക ഉണ്ടായിരുന്നു, ഒരു നായർ സ്ത്രീ, അവരും വീണു. അങ്ങനെ 3 പേരെ സ്വർഗത്ത് കൊണ്ടുപോയി ഒരേ സമയത്ത്. ഇനി അതിനകത്ത് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ആദ്യം കയറാൻ ഈ ഭഗവാന്റെ ആൾക്കാർ ആദ്യം രഥത്തിൽ കയറാൻ പറഞ്ഞത് ആ പരിചാരികയുടെ. രണ്ടാമത് കയറിയ അത് തമ്പുരാട്ടി, അവരാ സ്ത്രീയാണ്. മൂന്നാമതാണ് നാരായണ ഭട്ടതിരിയെ കയറ്റിയെന്നാണ് പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ഈ നാരായണ ഭട്ടതിരി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യണം. മറ്റേ ഒരു മനസ്സ്, നമ്മൾ പറയത്തില്ല, ഭഗവാനെ നമ്മൾ അറിയുകയും അനുഭവിക്കുകയും ചെയ്യണം. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അനുഭവത്തിൻ്റെ ഒരു കഥ കൂടെ ഞാൻ പറയാം. ഉണ്ട്, കുറച്ച് സമയമുണ്ട് ഇതിന്. അതായത് അറിയുന്നതിൻ്റെ അനുഭവിക്കുന്നതിൻ്റെ ഒരു ചെറിയ കഥ പറഞ്ഞുതരാം. പണ്ട് ശ്രീരംഗത്ത് അമ്പലത്തിൽ, ശ്രീരംഗത്ത് ഭഗവാന്റെ ക്ഷേത്രത്തിൽ ഒരു ആളിരുന്ന് ഭഗവത്ഗീത വായിക്കുമായിരുന്നു. അപ്പോൾ ഒരു പാവം പിടിച്ചൊരു പയ്യന് അവിടെ പോയിരുന്നിട്ട് ഈ ഗീത കേൾക്കുമെന്നു. അപ്പോൾ ഇത് കേട്ട് ഭഗവാന്റെ കഥയാണ്. അപ്പോൾ ചോദിക്കുന്നത് എന്താ, ഇത് ഭഗവാന്റെ കഥയാണ്, ഇങ്ങനെ പറഞ്ഞു കൊടുത്താണ്, അർജുനന് ഉപദേശം കൊടുത്താണ്. അപ്പോൾ ഈ പയ്യനെ എന്നും പോയിരുന്നു. പക്ഷേ പയ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അബദ്ധ ബുദ്ധിയാണ്, അധികം ബുദ്ധിയില്ലാത്തൊരു ആൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ആ പാരായണമെല്ലാം കഴിഞ്ഞ് അത് 41 ദിവസം കഴിഞ്ഞ് പോകുമ്പോൾ അപ്പം ചോദിച്ചു, എനിക്കൊരു ഭഗവത്ഗീത തരാമെന്ന്. അപ്പോൾ അദ്ദേഹം സന്തോഷത്തോടു കൂടി ഈ ഭഗവത്ഗീത കൊടുത്തു. നീ എന്നും വായിക്കണം കേട്ടോ എന്ന്. വായിക്കാൻ പറഞ്ഞു. പിറ്റേ ദിവസം പറഞ്ഞ് യവൻ അവിടെ വന്നിരിക്കും, വായിക്കുമ്പോൾ എന്താ ഈ മുഴുവൻ തെറ്റാ. കർമ്മൺ നേവാധി കാരസ്ഥേ ഫലേഷു, ഇങ്ങനെയൊക്കെ എല്ലാം തെറ്റാ പറയുന്നത്. വരുന്നവരൊക്കെ പറയും, ഇത് എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ തെറ്റ് വായിക്കുന്നേ. ഒരു മാനേജർക്കൊരു ഒരു വീക്ക്നെസ്. പോട്ടെ, അവൻ അവിടെ നിന്ന് കുറച്ച് നേരം വായിച്ചിട്ട് പൊക്കോട്ടെ, നിങ്ങൾ ചോദിച്ചിട്ട് പൊക്കോ. അപ്പോൾ അവൻ എന്നും വായിക്കും. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ആഴ്വാർ വരുന്നു എന്ന് പറഞ്ഞു. അപ്പം അവിടെ ആഴ്വാരെന്ന് പറഞ്ഞാൽ നമ്മുടെ വില്ലുമംഗല സ്വാമിയുടെ കൂട്ടുള്ളവരാണ്.
വലിയ ജ്ഞാനികളാണ് അവർ. എല്ലാം അവർക്ക് ഭഗവാനെ കാണാം നേരിട്ട്. അവർക്ക് ഭഗവാൻ നേരിട്ട് ഏത് ക്ഷേത്രത്തിലും കയറി പൂജിക്കാം, ഭഗവാനെ കാണുകയും ചെയ്യാം വില്ലുവങ്ങര സ്വാമിയുടെ കൂട്ട്. അപ്പോൾ ആൾവാർ അപ്പോൾ ഒരു ദിവസം പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നാളെ ആൾവാർ വരുന്നുണ്ട്, ഒരു കാരണവശാലും നീ ഇവിടെ ഇരിക്കരുത്, നീ വരരുത് പറഞ്ഞു. അപ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞ് ഞാൻ കരയുക. അവന് അയ്യോ എന്താ. അപ്പോൾ മലയിൽ പറഞ്ഞു, എനിക്ക് വായിക്കാതിരിക്കാൻ പറ്റത്തില്ല. ശരി നീ വന്നോ. അവിടെ പുറകിലെങ്ങാണ് ഏതേലും നമ്മുടെ ഈ ശ്രീരംഗം അമ്പലം എന്ന് പറയുന്നത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം പോലെ വളരെ വലിപ്പമാണ്, കുറേ തൂണുകളൊക്കെ ഉണ്ട്. പുറകിൽ എവിടെയെങ്കിലും ഒരു തൂണിൻ്റെ അവിടെ അങ്ങനെ പോയി നീ വായിച്ചോ എന്ന് പറഞ്ഞ് എപ്പോൾ ശരി അവൻ പിന്നെ രാവിലെ വന്ന് അവൻ്റെ വായന തുടങ്ങി. ഇവിടെ ആൾവാർ വന്നു, എല്ലാം പോയി മാലയൊക്കെ ഇട്ട് സ്വീകരിച്ച് കൊട്ടും മേളനാസരവും ചെണ്ടയൊക്കെ ആയിട്ടെല്ലാം വന്നു കൊണ്ടുവന്നു. ആൾവാരകത്ത് വന്നു, ശ്രീകോവിലിൻ്റെ അവിടെ വന്നിട്ട് സോപാനത്തെ കയറി കഴിയുമ്പോൾ അവിടെ നിന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചു എന്താ. ആൾവാർ വേഗം താഴെ ഇറങ്ങി ചുറ്റും ഇങ്ങനെ പ്രദർശനം വെച്ച് നോക്കി, ആൾക്കാരെല്ലാം പുറകെ വരുന്നുണ്ട്. അപ്പോൾ ആരോ കൂടി ചെന്ത ഭഗവാൻ അവിടെ ഇല്ല, ഭഗവാനെ കാണുന്നില്ല. എല്ലാം ഇറങ്ങി അവിടെ എല്ലാം നോക്കി, അകത്തെല്ലാം നോക്കി, വെളിയിൽ വന്നു, ചുറ്റമ്പലത്തിന് വെളിയിൽ വന്നു. വെളിയിൽ വന്നെല്ലാം ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഒന്നും കാണുന്നില്ല. ആൾക്കാർ ഭയത്തോടു കൂടി പുറകെ നടക്കും ആൾവാരുടെ. അങ്ങനെ ഇരുന്ന് കഴിയുമ്പം ഒരിടത്ത് ഭഗവാൻ ഇരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ആൾവാർ കൈ കാണിച്ചു, വരണ്ട, ആരും എൻ്റെ വരണ്ട എന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ എന്തുവാ, ഈ പയ്യനെ അവിടെ ഇരുന്ന് ഈ ഭഗവത്ഗീത വായിക്കുക, മുഴുവൻ തെറ്റാ വായിക്കുന്നത്. അപ്പോൾ ആൾവാർ ഒരു ശബ്ദം ഉണ്ടാക്കാതെ അടുത്ത് പോയി നിന്ന് വീക്ഷിക്കുക. വീക്ഷിക്കുമ്പോൾ ഇവൻ 2 വരി വായിക്കും, കണ്ണ് നിറഞ്ഞും കരയും. പിന്നെ ഒരു 2 വരി ഒരു 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 ലൈൻ വായിക്കും, പിന്നെയും കരയും. അങ്ങനെ കരയുക, വായിക്കുക, കരയുക. അപ്പോൾ ആൾവാർ അടുത്ത് ചെന്നിട്ട് അവനെ തൊട്ടു. അപ്പോൾ അവൻ പേടി, അയ്യോ എന്നെ ശിക്ഷിക്കുന്നു, എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ അറിയാതെ ചെയ്തു പോയി. അപ്പോൾ ഇല്ലില്ല, ഞാൻ നിന്നെ ഒന്നും ചെയ്യാൻ വന്നതല്ല, എനിക്ക് നിന്നിൽ നിന്നൊരു കാര്യം പഠിക്കണം. അയ്യോ ഞാൻ എന്തോ പഠിപ്പിക്കാൻ, എനിക്കൊന്നും അറിയില്ല, നിനക്കെല്ലാം അറിയാം. ഒരു കാര്യം നീ പറഞ്ഞാൽ മതി, നീ എന്തിനായി കരയുന്നേ, എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി. എന്നാൽ അവൻ സത്യം പറഞ്ഞു, ഞാൻ ഇത് ശ്രീകൃഷ്ണൻ്റെയും അർജുനൻ്റെയും തമ്മിലുള്ള ഇതാണെന്നാണ് തിരുമേനി അന്ന് അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നത്. ഇത് ഞാൻ ഓരോ വരി വായിക്കുമ്പോഴും ഇവർ 2 ഇവിടെ വന്നിരിക്കും, കൃഷ്ണനും അർജുനനും കാണുന്നു. അതാണ് പറയുന്നത്, നമ്മൾ അറിവും അനുഭവം രണ്ടിനല്ല. നമ്മളൊരുപാട് കീർത്തനങ്ങളും അതും ഇതും ഭഗവത്ഗീതയും ഭാഗവതമൊക്കെ വായിച്ച് നമുക്ക് ഒരുപാട് അറിവുണ്ടാക്കും, ജ്ഞാനം ഉണ്ടാകും. നമുക്ക് അനുഭവമില്ല. മറ്റവർക്ക് ജ്ഞാനമില്ല, അവർ ഭഗവാനെ അറിയും, അവർ ഓരോ വാക്കിലും ഭഗവാനെ ദർശിക്കും, അങ്ങനെ അറിയും. അങ്ങനെ അവനെ അനുഗ്രഹിച്ചു എന്നൊരു ചരിത്രമുണ്ട്. അതാണ് നമ്മൾ അറിവിൻ്റെയും ഇതിൻ്റെയും പറഞ്ഞ് എന്ന് പറയുന്നത്. ഈ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ലാസ്റ്റിലാണ് കയറിയത്. മറ്റേ ഭഗവാനെ അറിഞ്ഞവരാദ്യം കയറി, അനുഭവിച്ചവരാദ്യം കയറി, അറിഞ്ഞവരൊക്കെ ലാസ്റ്റ്. ഇനി വേറൊരാളുടെ കാര്യം കൂടെ പറയാം. ഉദ്ദണ്ഡ ശാസ്ത്രികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് കോഴിക്കോട് സാമൂതിരിയുടെ രാജാവിൻ്റെ കൊട്ടാരത്തിലെ ഒരു വലിയ സംസ്കൃത കവിയായിരുന്നു, കുറച്ച് അഹങ്കാരിയായിരുന്നു. ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് മലയാള കവികളോട് ഭയങ്കര ദേഷ്യമാണ്, അവർക്കൊന്നും അറിയാൻ വയ്യാത്തവരും ഇതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ആരോ പറഞ്ഞ് ഇവിടെ വരണമെന്ന് പറഞ്ഞു. ഇപ്പോൾ പൂന്താനമൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ആ പൂന്താനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ നാരായണ ഭട്ടതിരി കൃഷ്ണനോട് പറയുമ്പോൾ കൃഷ്ണൻ പറഞ്ഞ് അവിടെ പോകണമെന്ന് പറഞ്ഞു. കാരണം അവിടുത്തെ ഭക്തനായ പൂന്താനത്തിനെ നീ അവഹേളിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഭഗവതി നിനക്ക് മുക്തി തരാത്തത്, അവിടെ പോയി ക്ഷമ തരണമെന്ന് അന്ന് നാരായണ ഭട്ടതിരിയോട് പറഞ്ഞു. അതുകൊണ്ടാണ് അവിടെ പോയി ഇദ്ദേഹം ഇരുന്നത്, ഇതനുഷ്ഠിച്ചത്. അപ്പോൾ ഇദ്ദേഹം അവിടെ വന്നു, ഉദ്ദണ്ഡ ശാസ്ത്രി. ഉദ്ദണ്ഡ നല്ല ഗമ, ഭയങ്കര പവറാണ്, വിട്ടുകൊടുക്കത്തില്ല. അപ്പോൾ അങ്ങനെ വന്നു ഭഗവതി എല്ലാം തൊഴുതു. അപ്പോഴും അഹങ്കാരം മനസ്സിന് പോയിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് നടക്കി നിന്ന് തൊഴുതുകൊണ്ട് ഒരു കവിതയും ഉണ്ടാക്കുക, സംസ്കൃത കവിത. 2 വരി 4 വരിയാണല്ലോ സാധാരണ വരുന്നത്. ഒരു 2 വരി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ബാക്കി വരുന്നില്ല. അപ്പോൾ അവിടെ ഭഗവതിയുടെ ഇടയ്ക്ക് കൊട്ടിക്കൊണ്ടിരുന്ന ആൾ ഇതിൻ്റെ ബാക്കിയും പാടി ഉണ്ടാക്കിയ അത് ഈ ഉദ്ദണ്ഡ ശാസ്ത്രി ഉദ്ദേശിക്കുന്നതിനേക്കാൾ 100 ഇരട്ടി ഇതായിട്ടുള്ള വരികൾ, ഇദ്ദേഹത്തിന് ഒരിക്കലും ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത വരികൾ ആ ഇടയ്ക്ക് കൊട്ടുന്നവൻ പാടി. അപ്പോൾ അവനോട് ചോദിച്ചു, സംസ്കൃതത്തിൽ തന്നെ ചോദിച്ചു, നിന്നെ ആരാ ഇതൊക്കെ പഠിപ്പിച്ചത്? നമ്മൾ ഞാൻ പഠിച്ചല്ല, അകത്തിരിക്കുന്നതോടെ പറഞ്ഞാന്ന് പറഞ്ഞു. ഇത് ഭഗവതി പറഞ്ഞു കൊടുത്താന്ന്. അപ്പോൾ അങ്ങനെ ഉദ്ദണ്ഡ ശാസ്ത്രിയുടെ അഹങ്കാരവും അവിടെ തീർത്തു എന്നൊരു ചരിത്രം ഉണ്ട്. ഇനി ഇതാണ് ഇന്നത്തെ ക്ഷേത്രത്തിനെക്കുറിച്ച്. അത് ശരിക്കും പോകേണ്ട ക്ഷേത്രമാണ്. നമ്മൾ പോയാൽ അവിടെ ഇരുന്ന് പോവും. ഒരുപാട് കാര്യം ഞാൻ പറയാൻ വിട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ. ഈ 7 ഏക്കർ ഇപ്പം ഈ സീസണിൽ പോയി കഴിഞ്ഞാൽ നല്ല രസമാണ്. കാട് പോലാണ്, ഇരുട്ടാണ്, നമുക്ക് നടക്കാനൊക്കെ പേടി തോന്നും. ഇലകളൊക്കെ വീണിട്ട് ഒരു 1 അടി 2 അടി ഹൈറ്റിലെ ഇലകളൊക്കെ കിടക്കുന്നു. അങ്ങനെയാണ് ഇത്. അപ്പോൾ ഇനിയും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സംശയമോ എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടോ, നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ ഇനി നമ്മൾ പതുക്കെ നമ്മുടെ സ്ത്രീകളുടെ അവരുടെ നാമസങ്കീർത്തനത്തിലൂടെയൊക്കെ പോവുകയാണ്. എന്തെങ്കിലും ആർക്കെങ്കിലും അറിയാനുണ്ടോ? പലർക്കും തോന്നുന്നുണ്ടായിരിക്കും മൂക്കേറെ ഒന്ന് പോകണമെന്നല്ലേ.
പോകണം. സത്യം ഞാൻ പറയുന്നത്, ഞാൻ എല്ലാവരോടും പറയുന്നത് ഒക്കെ അങ്ങനെ പോവുക. 80 കിലോമീറ്റർ ഉള്ളൂ, 2 മണിക്കൂർ യാത്രയുള്ളൂ. നമുക്കൊരു അത്ര ഗുരുവായൂർ പോകുന്ന റൂട്ടേ ഉള്ളൂ, അത്രേ ഉള്ളൂ. കുറച്ച് കാലത്ത് പോകണം. രാവിലെ അമ്പലം ഒരു 10 മണിക്ക് അടയ്ക്കും. കുറച്ച് കാലത്ത് പോകണം. പ്രത്യേകിച്ച് വഴിപാട്. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. അവിടുത്തെ ഒരു പ്രധാന വഴിപാട്, നമ്മൾ ഈ പറയുന്നതിലൂടെ പൂജയും കാര്യങ്ങളൊന്നും ബുക്ക് ചെയ്യണ്ട. അവിടുത്തെ വഴിപാടെന്ന് പറഞ്ഞാൽ പ്രദക്ഷിണമാണ്. 12 പ്രദക്ഷിണം. അപ്പോൾ നമ്മൾ വിചാരിക്കുക അത് നമുക്ക് 12 വരെ. 12 അല്ല, 7 പ്രദക്ഷിണം ഭഗവതിക്ക് വെക്കുമ്പോഴേ ഒന്നായിട്ട് കണക്കാക്കും. അങ്ങനെ 12 വെക്കണം. 84. അപ്പോൾ 84, 84. അപ്പോൾ ഇത് നമ്മൾ ഈ സ്കൂൾ അടച്ച് പരീക്ഷ സമയത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിശയം തോന്നും. പിള്ളേരൊക്കെ വന്നിട്ട് ഇങ്ങനെ ഓടി കല്ല് പറക്കി വെക്കും. കല്ല് പറക്കി വെച്ചിട്ട് ഓടി 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 പ്രദക്ഷിണം 84 വെച്ചിട്ട് പോകും. അങ്ങനെ നല്ല രസമാണ്. കുറേ പ്രത്യേകതകളുണ്ടല്ലോ, ഒരുപാട് പ്രത്യേകതകൾ ക്ഷേത്രമാണ്. കുറേ നമ്മൾ ചുമ്മാ പോയി കണ്ടിട്ട് വരരുത്, നമ്മളവിടെ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് തന്നെ എഴുതി പോകണം. അത്രയ്ക്കും നല്ല ക്ഷേത്രമാണ്. പന്തളം കെ പി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന KP രാമൻപിള്ള എന്നൊരു മഹാനുണ്ടായിരുന്നു. അദ്ദേഹം ജീവിച്ചിരുന്നത് 1909-നും 1998-നും ഇടയിലായിരുന്നു. അനേകം കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എങ്കിലും അദ്ദേഹം എഴുതിയ വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു പ്രാർത്ഥനാ ഗീതമാണിത്. ഇത് ഇന്ന് നമ്മുടെ ഇവിടുത്തെ അനന്തേരെ നമ്മുടെ സ്ത്രീജനങ്ങളെല്ലാം കൂടെ അവർ നമുക്ക് വേണ്ടി എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാനുണ്ട്. മണ്ഡലമണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും സുരഗോള ലക്ഷങ്ങൾ അണിയിട്ടു നിർത്തി അവികല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാരസൂത്രമേനക്കി കുടികൊള്ളും സത്യമേ ശരണം നീയെന്നും ദുരിതങ്ങൾ കൂത്താടുമുരകിൽ നിന്റെ പരിപൂർണ തേജസ്സു വിളയാടി കാണാൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവമേവം പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ അഖിലാധിനായക തവ തിരുമുമ്പിൽ അഭയമായി നിത്യവും പണിയുന്നു ഞങ്ങൾ. സമരാദി തൃഷ്ണകളാകവേ നീക്കി സമതയും ശാന്തിയും ക്ഷേമവും തിങ്ങി ജനതയും കൈകോർത്തിണങ്ങി ജനിത സൗഭാഗ്യത്തിൽ ഗീതം മുഴക്കി നരലോക പെരുമാനന്ദം തേടി വിജയിക്ക നിന്തിരുനാമങ്ങൾ പാടി മണ്ഡലമണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.